ഞാൻ ബിജു സന്നിൽ RCMൽ സ്റ്റാർ പേൾ അച്ചീവർ 2018 മുതൽ 2025 7 വർഷം RCMൽ ജീവിക്കുന്നു. ഈ ജീവിതത്തിന് മുമ്പ് RCM എന്ന അന്ന് RCM ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നു. RCMൽ ജോയിൻ ചെയ്തിരുന്നു. എൻ്റെ ജോയിനിങ് ഡേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് പഴക്കമുണ്ട്. പക്ഷേ RCMൽ വരുന്ന നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പുറത്തായിരിക്കും RCMനെ നമ്മൾ സ്വീകരിക്കുക. ചിലർ നല്ല പ്രൊഡക്റ്റിനായിരിക്കും, അവരെ നിർബന്ധിച്ചിട്ടാവില്ല, അവരൊരു അറിവ് കിട്ടി അപ്പം നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. ചിലർ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ RCMനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാറ്റഗറിയിലേക്ക് വരില്ല. അവർക്ക് മറ്റ് ജോലികളുണ്ടാവും, വരുമാനം ഉണ്ടാവും. ആ സമയത്ത് RCM ഒരു പ്രൊഡക്റ്റ് മാത്രമോ അല്ലെങ്കിൽ ഒരു സെയിൽസ് മാത്രമൊക്കെ ആയിട്ട് കാണുമ്പോൾ നമ്മളിലൊരു മൈൻഡ് സെറ്റ് വരും, ഇതെനിക്ക് ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ല എന്ന് 2010 കാലഘട്ടത്തിൽ ജ്വല്ലറിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡും ഗവൺമെൻറ് സർവീസിൽ മോശമില്ലാത്തൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. ആകെ ഒരു മകള്, അത്യാവശ്യം ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമായ ഒരു സ്വന്തം വീടും കുറച്ച് സ്ഥലവും പ്രത്യേകിച്ച് വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ ഒതുങ്ങി ഒരു ജീവിത രീതിയിൽ പോകുമ്പോൾ സമ്പുഷ്ടമായ ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ഗിരീഷ് സാറ് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, ഞാൻ ഏറ്റവും കൂടുതൽ ഗിരീഷ് സാറിൽ നിന്നാണ് ആ വാക്കുകൾ കേൾക്കാറുള്ളത്. അച്ഛാ ജിന്ദഗി മഹാ ജിന്ദഗിക്ക ദുഷ്മൻ. ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ്റെ ജീവിത രീതിയും അവരുടെ ഫാമിലിയിൽ ഭാര്യയ്ക്കും കൂടെ ജോലി ഉണ്ടെങ്കിൽ സാധാരണക്കാരുടെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും എല്ലാ സ്വപ്നങ്ങളും ഒന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഒത്തിരി ഗവൺമെൻറ് ജോലിക്കാരും അവരുടെ വൈഫും ഭാര്യമാരെല്ലാവരും ഉണ്ട്. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് ഒരു തുറന്ന പറച്ചിലാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവരും അതിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ മക്കളെ അങ്ങനെ ആക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊരു സത്യസന്ധമായ തുറന്ന പറച്ചിലായിട്ട് സത്യസന്ധനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഒരിക്കലും ശമ്പളം കൊണ്ട് ഫാമിലിയെ തൃപ്തിപ്പെടുത്തി ജീവിക്കാം, പക്ഷേ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം തൃപ്തി എന്നുള്ളത് നമുക്ക് വസ്ത്രം ധരിക്കാൻ പഞ്ഞം ഉണ്ടാവില്ല, ഭക്ഷണം ധരിക്കാൻ പഞ്ഞം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ഇടത്തരം ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയും. പക്ഷെ എങ്കിലും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണമെങ്കിൽ അതിന് പൈസ വേണമെങ്കിൽ ആ മതിയായ പൈസ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ള ഫാമിലിയിലെ മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടർ ജോലിക്ക് പോകുന്നത്. പ്രൈവറ്റ് സെക്ടർ ജോലിക്ക് പോകുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവിടെ നമുക്ക് ഒത്തിരി സ്ട്രെസ്സുകളുണ്ടാവും. സമയത്തിന് അവിടെ നമ്മൾ അടിമപ്പെട്ട് ജീവിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒന്നും അവിടെ വില പോകില്ല, കഴിവുകളോ ഇതൊന്നും പോകില്ല. അവിടെ ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കണം. അങ്ങനെ ജീവിച്ച ഒരു കാലഘട്ടത്തിലും പക്ഷേ എനിക്ക് ആ അടിമത്തമാണെന്ന് അറിയില്ല. ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടൊരു കൂട്ടായ്മ. പിന്നെ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ചിലരൊക്കെ പറയും ഇതിന് കഴുത്തിന് ചുറ്റും നാമാണ്. കാരണം വർത്തമാനം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് ഇങ്ങനെ ഞാൻ കൂടെയുള്ളവരെയും തമാശ പറഞ്ഞ് ഒക്കെ അങ്ങനെ ചിരിപ്പിക്കും. എനിക്ക് അങ്ങനെ അധികമൊന്നും എനിക്ക് അങ്ങനെ മൂഡ് ഔട്ടായിട്ട് ഇരിക്കുക അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എപ്പോഴും എനർജി ഉണ്ടാവും. നല്ലൊരു ആ എനർജിയെ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ പ്രശ്നങ്ങൾ എത്തുന്നത്. അപ്പം മിക്ക അവിടെ പറയും ഇതിന് എന്ത് വന്നാലും ഒരു കുലുക്കല്ലേ, ഇത് എങ്ങനെ. പക്ഷേ കുലുങ്ങാണ്ടല്ല, എൻ്റെ ഉള്ളു കുലുങ്ങുമ്പോഴും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറയുന്നല്ലോ. ഉള്ളിൽ കുലുക്കുണ്ടെങ്കിലും ഞാനത് മുഖത്ത് കാണിക്കാതെ മറ്റുള്ളവരെ അവരുടെ മുന്നിൽ നമ്മൾ ഒരു പവർഫുള്ളായിട്ട് നിൽക്കാൻ ഞാൻ സ്വയം ഒരു ആവരണം മുഖത്ത് അണിയാറുണ്ട്. പിന്നെ ചിരി എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. എനിക്ക് ചിരിക്കുന്നതാണ് ഇഷ്ടം. ഒരു പാട്ടില്ലേ, കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചുകൂടെയെന്ന്. അപ്പോൾ ആ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ
ചിരിച്ചുകൊണ്ട് മരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ RCM എനിക്ക് ജീവിതമാക്കി മാറ്റേണ്ടത്, ഞാൻ ചെയ്ത ജോലിയിൽ നിന്ന് എനിക്ക് വന്ന കുറേ പ്രശ്നങ്ങൾ, സ്ട്രെസ് വന്നു. അപ്പോൾ എൻ്റെ ബോഡി മൊത്തത്തിൽ, ഞങ്ങൾ ഫാമിലി നോക്കുകയാണെങ്കിൽ ആസ്മ എന്നുള്ളതൊരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേര്, എൻ്റെ 4 മക്കളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അച്ഛനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡായി. അമ്മയും അച്ഛനും ഇപ്പോൾ എൻ്റെ ഒരു പുണ്യം പോലെ 2 ആളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭാഗ്യം, ഒത്തിരി ഭാഗ്യമുണ്ട്. ഞാനൊരു അമ്മൂമ്മയായിട്ട് പോലും എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ 4 തലമുറ, ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ ഈ 4 തലമുറകൾ ഒന്നിച്ചൊക്കെ അവിടെ ഈ RCM പ്രോഗ്രാമിൽ വന്നിരിക്കുന്നതും അവിടെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോരുന്നതും ഒക്കെ. ഇങ്ങനെയൊക്കെ ഒത്തിരി ഭാഗ്യങ്ങളുണ്ടെങ്കിലും നിർഭാഗ്യം എന്ന് പറയാൻ എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ. പുഷ്പ മാഡം പറഞ്ഞതുപോലെ 5 കാറ്റഗറിയിലെ മരുന്നുകളും അതിനുള്ള മറുമരുന്നുകളുമായിട്ട് ഞാൻ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തേടിപ്പോയി. ഇവിടെ ഒന്നും സൊല്യൂഷൻ കിട്ടാതിരുന്നപ്പോൾ ചില ജന്മങ്ങളെ ദുരിതങ്ങളിലൊക്കെ പെട്ട് വലയ്ക്കുമ്പോഴും ദൈവം നമുക്ക് രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി ഒരുക്കി വെച്ചിട്ടായിരിക്കും ഈ പരീക്ഷണം തരുന്നത്. ഞാൻ അന്ന് ഗതികെട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബിജു സനിൽ എന്ന വ്യക്തിയെ, പഴയ ബിജു സനിലിനെ ഇല്ലാതാക്കാൻ 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതൊക്കെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നം. കാരണം ഈ രോഗം വരുന്നതിന് മുമ്പ് സുരേന്ദ്രൻ സാർ എന്ന എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ വിജയിപ്പിച്ച് ഇന്ന് ഈ ഞാനായിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എന്നെ പാകപ്പെടുത്തി എടുത്ത ഒരു വ്യക്തിത്വമാണ് എൻ്റെ അപ്ലൈനായിട്ടുള്ള ഗ്രേറ്റ് എമറാൾഡ് സുരേന്ദ്ര സാറ്. അദ്ദേഹം 2014 നവംബർ 29 എനിക്ക് ID എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രൊഡക്റ്റ് വാങ്ങാൻ മാത്രമായിട്ടുള്ളൊരു ID നമ്പറായിരുന്നു. ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ആ സമയത്തൊക്കെ അദ്ദേഹം പലപ്പോഴും വരും, പറയും എന്ന് വെച്ചാലും എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ തീർത്ത് പറയാറുണ്ട്. കാരണം പൈസയ്ക്ക് എനിക്ക് ആർത്തിയില്ല, എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് വിൽക്കാൻ അറിയില്ല. ഇതൊക്കെ കാരണം എന്ത് പറയുമ്പോഴും നമ്മൾ നെഗറ്റീവ് ഒപ്പോസ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു സമയത്ത് 2014-15 കൂടി എനിക്ക് പലതരത്തിൽ ശരീരത്തിൽ അവിടെ ഇവിടെയും ചെറിയ ചൂടുകുരു പോലത്തെ ഡോട്ടുകൾ വന്നു തുടങ്ങി. അത് മാന്തി തുടങ്ങുമ്പോൾ എന്തായി മാറും, അവിടെ കറുത്ത കാലുകളിലാണ്. സ്വർണ്ണ ഫീൽഡ്, വർക്ക്ഷോപ്പ് ഫീൽഡുമായിട്ടായിരുന്നു പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ എനിക്ക് വർക്ക്ഷോപ്പുമായിട്ടാണ്. അവിടെ ഏറ്റവും കൂടുതൽ കെമിക്കലുകളും പല ഡിറ്റർജൻറ്റുകൾ, അങ്ങനെ പല രീതിയിൽ നമുക്കവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഇതും നമ്മുടെ സ്കിന്നുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ആയിരുന്നു. എൻ്റെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കാലുകളിൽ നിരന്തരം, ഒരു ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യമെങ്കിലും നമുക്ക് അവിടെ വർക്ക്ഷോപ്പുമായിട്ട് പോയി വരുമ്പം ഇത് സ്കിന്നിലാവും. നമുക്ക് കാല് തുടയ്ക്കാനൊന്നും പറ്റില്ല. കാല് അങ്ങനെ ജോലി തിരക്കിൻ്റെ ഇടയിൽ കഴുകുക അതൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ കാലിലാവും എന്നുള്ളത്. അങ്ങനെ ആയി അത് സ്കിന്നിനെ നാശമാക്കി തുടങ്ങി. അത്യാവശ്യം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലേ, മോശമില്ലാത്ത ഒരു കളറ് ദൈവം തന്നുകൊണ്ട് ഈ കറുത്ത കളറുകൾ കാലിൽ വരുമ്പോൾ പെട്ടെന്ന് അറിയും. പലപ്പോഴും നമ്മൾ അവിചാരിതമായിട്ട് ഒന്ന് നമ്മുടെ സാരി ഒന്ന് പൊക്കി ബസ്സിൽ കയറുക, അല്ലെങ്കിൽ ഇതോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കേണ്ട വരുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കാല് ശ്രദ്ധിച്ച ഉടനെ അവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്, ചേച്ചിന്നോ മോളെ എന്താണ് ആ ഒരു കാറ്റഗറി എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഇതിൽ പറയും കാലിൽ കരി എവിടുന്ന് പറ്റി, കഴുകിയില്ലേ. അങ്ങനെ ഇതായി ആ ചൊറിച്ചിൽ പതുക്കെ മുട്ടിൻ്റെ അവിടെ വരെ എത്തി. അങ്ങനെ പല ആസ്പത്രികളിൽ കയറി ഇറങ്ങി എൻ്റെ ചെരുപ്പുകൾ പോലും മറ്റുള്ളവർ ഇടാൻ ഒരു മടിക്കുന്ന കാലഘട്ടം. ഏറ്റവും വേണ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർ പറഞ്ഞു കാലിൻ്റെ അവസ്ഥ കണ്ടപ്പം. ഒന്ന് കൊരട്ടിക്കാർക്കും ചാലക്കുടിക്കാർക്കും എല്ലാവർക്കും അറിയാവുന്നതുണ്ട്, തിരുമുടിക്കുന്ന് എന്ന് പറഞ്ഞെടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഇന്ത്യയിലെ തന്നെയാണെങ്കിലും കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റുകൾ ഇരിക്കുന്ന ആ ഹോസ്പിറ്റലിലേക്ക്, ആ ഹോസ്പിറ്റല് സ്കിന്നിൻ്റെ അല്ല, അതറിയപ്പെടുന്നത് ലെപ്രസി ഹോസ്പിറ്റൽ, കുഷ്ഠരോഗ ആശുപത്രി. അവിടേക്ക് അടക്കം പോകാൻ എൻ്റെ വേണ്ടപ്പെട്ട 1-2 പേര് എന്നോട് സൂചിപ്പിച്ചപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. ചിരി, സന്തോഷിച്ചല്ലേ പോവാ നമ്മൾ ആസ്പത്രിയിലേക്ക്.
അങ്ങനെ ആ ഒരു ആസ്പത്രി നമ്മൾ എങ്ങനെയാ പോവാ അന്ന് അതേപോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പോയി. പിന്നെ കട്ടയ്ക്ക് നിൽക്കാൻ എൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരാളുണ്ട്. ആ ആളുമായിട്ട് 4 പ്രാവശ്യം പോയി. 3 പ്രാവശ്യവും ജെൻസ് ആയിരുന്നു. 4ാമത്തെ പ്രാവശ്യം എൻ്റെ ഭാഗ്യത്തിന്. പക്ഷേ ഈ 3 പ്രാവശ്യത്തെ 3 മാസത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ സ്റ്റിറോയിഡ് ആയിരുന്നു. ഭയങ്കര സ്കിൻ എന്ത് പ്രശ്നം വന്നാലും ഇന്ന് തരുന്നത് നമ്മുടെ സ്റ്റിറോയിഡ് ആയിരിക്കും അടങ്ങിയിട്ടുള്ള മരുന്നുകളിൽ. സ്റ്റിറോയിഡ് കഴിച്ച് അപ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ പൊതുവേ എനിക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കുറവ്. സിസേറിയൻ്റെ ടൈമിൽ പോലും 24-25 വയസ്സിൽ 9 ആയിരുന്നു എൻ്റെ ഹീമോഗ്ലോബിൻ്റെ ഇതിൽ. അതോടൊപ്പം ലോ പ്രഷർ ഉണ്ട്, ലോ ഷുഗർ ഉണ്ട്, എന്നും അലർജിയും തുമ്മലും ശ്വാസം മുട്ട് അങ്ങനെ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി കൂടെ ഒന്ന് തുമ്മിപ്പോയാൽ ഞാൻ ഇവിടെ ഇരുന്ന് അത് ഏറ്റെടുക്കും. എന്ത് കാര്യവും ഭയങ്കര ഡെഡിക്കേഷനാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. കാരണം ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഞാൻ അവിടെ പോയപ്പം എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഒരു 4ാമത്തെ ആ ഒരു കൺസൾട്ടൻസിക്ക് പോയപ്പോഴാണ് ഒരു സ്ത്രീ ഡോക്ടർ, ഏകദേശം എൻ്റെ പ്രായമൊക്കെ ഉണ്ട്, അവരെന്നെ വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് തന്ന സ്ലിപ്പുകളും കാണിച്ചിട്ട് പറഞ്ഞു, ബിജുവിന് ഇപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം ഇത്രയേ കുറവുള്ളൂ. പീരീഡ്സ് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞ് 2 മാസമായിട്ട് ഡിസോർഡർ ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അധികം വൈകാതെ ഡിസോർഡർ അല്ല, ആ യൂട്രസ് എന്ന സംവിധാനം തന്നെ എടുത്ത് കളയേണ്ടി വരും. കാരണം അതുപോലത്തെ മരുന്നാണ് ബിജുവിന് ഈ കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഉപദേശം തരാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചോ. കാലൊരിക്കലും ഡ്രൈ ആവാതെ അതിനെ എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ എന്തെങ്കിലും തേച്ച് എണ്ണമയത്തിൽ നിർത്തുക. സ്കിന്ന് ഡ്രൈ ആകുമ്പോഴാണ് ചൊറിച്ചിൽ വരുന്നത്, ചൊറിയുമ്പോഴാണ് വീണ്ടും ഈ കറുപ്പ് കളർ അധികരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരവിടുന്ന് എനിക്ക് തന്ന ഒരു ബോട്ടിൽ പാരാബൻ ഓയിലാണ്. അത് കൃത്യമായിട്ട് നമ്മളൊരു ഗവൺമെൻറ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് സ്കിന്നിന് മോയ്സ്ചറൈസിങ് ഓയിലായിട്ട് തരുന്നത് പാരാബൻ ഓയിലാണ്. നമ്മൾ കീസോള് പറയുമ്പോൾ നേഹമ്മയുടെ എന്താ പറയണത്, പാരാബൻ ഫ്രീ. അപ്പോൾ അത് ഒരു 5-6 മാസം സ്ഥിരമായിട്ടൊരു സ്കിന്നിൽ നമുക്ക് തേക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ സ്കിന്ന് വീണ്ടും ഏതവസ്ഥയിലേക്കാണ് പോണേ. ഇതുപോലെ എല്ലാ ദുരിതങ്ങളും എന്നിട്ടും ഒരു മാറ്റമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2017 ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഡോക്ടർ രാജൻ സാറിൻ്റെ ഇരിങ്ങാലക്കുട PWD റെസ്റ്റ് ഹൗസിലൊരു പ്രോഗ്രാം. പക്ഷെ എന്നെ പലപ്പോഴും സുരേൻ സാർ വിളിക്കും, അവിടെയുണ്ട് ഇവിടെയുണ്ട് RCM നീ ഒന്ന് കേട്ടു നോക്കൂ, നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ല, നീ എന്തൊരു കഷ്ടപ്പെട്ട ഈ ജോലി ചെയ്യുന്നേ, നീ ഇതൊക്കെ ഒന്ന് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ അവസാനത്തെ ആയുധം അദ്ദേഹം എടുത്തതാണ് ഡോക്ടറെ കാണാൻ പോവാം, നാച്ചുറോപ്പതി. അപ്പോൾ ആയുർവേദം, ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ, അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഇത് 6ഉം കഴിഞ്ഞ് ഈ 5ഉം കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇതിന് മരുന്നില്ല, മരണം വരെ മരുന്ന് എന്നപ്പം ഞാനും മൈൻഡ് സെറ്റ് ആക്കി. എന്നാൽ അവസാനം വരെ മരുന്ന് കഴിച്ച് വീണ്ടും രോഗത്തിൽ നിന്ന് രോഗത്തിൽ പോകണ്ട. അതിനു മുമ്പ് എങ്ങാനും ഒരു ചുളിവിലൊരു സമയം നമുക്ക് ഒത്തൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുളിവിൽ അങ്ങോട്ട് നേരത്തെ തന്നെ ഇത് അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ എടുത്തു. ഇരിക്കുമ്പോഴും സുരേൻ സാറിന് ഒരു പ്രത്യേക കഴിവുണ്ട്, നമ്മൾ ഏത് മൈൻഡിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം മൈൻഡ് ചെയ്യാറില്ല. അദ്ദേഹം ഒരു കാര്യം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളറിയാതെ ആളിലേക്ക് നല്ലൊരു കേൾവിക്കാരിയായി മാറ്റാനുള്ളൊരു കഴിവ് ആള് നമ്മുടെ ഈ ചെറിയൊരു വീക്ക് പോയിന്റിലൊക്കെ ആയിരിക്കും ടച്ച് ചെയ്ത് പറയുക. അങ്ങനെ വന്ന് എന്നെ പരുവപ്പെടുത്തി ഡോക്ടർ രാജൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. സാർ എന്നോട് പറഞ്ഞു മരുന്നുകളല്ല ഇതിന് വേണ്ടത്, ഇതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തവണ ഈ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് കാരണക്കാരൻ സൺലൈറ്റിനാണ്. വെളിച്ചെണ്ണ സ്വന്തം നാളികേരം വെട്ടി ആട്ടി ഉപയോഗിക്കുന്ന വീട്ടിൽ സൺലൈറ്റിന് എന്ത് ചെയ്തു, കൊളസ്ട്രോൾ മുതലാളിയായി മാറിക്കഴിഞ്ഞു. 330 ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യും, ഞാൻ സുരേൻ സാറൊക്കെ പറഞ്ഞു തന്നു തവണ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സൺലൈറ്റിന് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ അറ്റ്ലീസ്റ്റ് ഇത് കുടിക്കുകയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഭാര്യമാരല്ലേ, ഭർത്താവിന് ഭയങ്കര ആരോഗ്യം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആള് സൺലൈറ്റിനോട് കുടിക്കാൻ മാത്രമല്ല പറഞ്ഞ് വീട്ടിൽ പാചകം ചെയ്യാനും പറഞ്ഞു. പാചകം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പങ്ക് ഞാനും കൂടെ പറ്റണം, എൻ്റെ മോളും പറ്റണം. അപ്പം ഞങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് പാചകം വെളിച്ചെണ്ണയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ
ഇതിന്ന് നിങ്ങളല്ലേ പ്രശ്നക്കാരൻ, നിങ്ങൾക്കെന്ന്. പക്ഷെ പാചകമല്ല, ആളെന്ത് ചെയ്തു. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് കുടിക്കുകയാണെന്ന് പറഞ്ഞ് കുടിച്ചു തുടങ്ങി. കറക്റ്റ് ഒരു മാസമായപ്പം 330 നിന്നും 290 കൊളസ്ട്രോൾ കുറഞ്ഞപ്പോൾ സനലേട്ടൻ അത് ലേശം സീരിയസ് ആയിട്ട് എടുത്തു. അപ്പോൾ ഒരു മെയ് മാസങ്ങൾ, അപ്പം ഞങ്ങൾക്ക് മെയ് മാസമൊക്കെ എത്തുമ്പോൾ ഒരു ഇതുണ്ട്, 2-3 മാസത്തേക്കുള്ള വെളിച്ചെണ്ണ ഒന്നിച്ച് ആട്ടിയെടുക്കും. മഴയല്ലേ, പിന്നെ ഉണക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ രാവിലെ ജോലിക്ക് പോകും. സനലേട്ടനാണെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്താണ് പമ്പ് ഹൗസ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അന്നും ആളാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുക. നാളികേരം വെട്ടി, അന്ന് ഷീറ്റ് വർക്കൊന്നും ചെയ്തിട്ടില്ല മേളിൽ, നാളികേരം വെട്ടി ആട്ടിക്കാൻ, പിറ്റേ ദിവസം ആട്ടിക്കുക എന്നുള്ള കണ്ടീഷനിൽ ഉണക്ക് നിൽക്കുന്നു. ഞാനിത് എനിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റില്ല. നല്ലേട്ടൻ അവിടെ വന്നിട്ടു പോയി. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് അന്ന് അവിചാരിതമായിട്ടൊരു മഴ. സാധാരണ മഴക്കാർ കാണുമ്പോൾ ആള് പമ്പ് ഹൗസിൽ നിന്ന് എന്ത് ചെയ്യും, ഓടി വന്ന് ഇത് എടുത്ത് വെച്ചിട്ട് ആള് പോവാറുള്ളത്. ബൈക്കാണ്. അപ്പോൾ വന്നൊരു 3-4 മിനിറ്റ് സ്പീഡിൽ ഓടിച്ച് അത്രേ ദൂരമുള്ളൂ. അന്ന് RCM ഞങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ദൈവം ഓരോ കാരണങ്ങൾ ഒരുക്കി വെച്ചത്. മഴ പെയ്തു, ഇത്രയും ഉണക്കായ കൊപ്ര ആ മഴവെള്ളത്തിൽ കിടന്ന ആൾ വന്ന് എടുത്തു വെച്ചു എന്ന് വെച്ചാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു മൊത്തം കാറിയ മണമായി. എങ്കിലും ഞങ്ങൾ വീണ്ടും ഉണക്കി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു അതിൽ ഇച്ചിരി പച്ചക്കർപ്പൂരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണം. പല പരീക്ഷണങ്ങൾ ചെയ്ത് 6-7 ലിറ്റർ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നപ്പോൾ ഒക്കെ അതിൻ്റെ ഒരു മണം ഉണ്ടെന്നാലും വലിയൊരു മണവും ഇല്ല. നമ്മൾ ഇങ്ങനെ പശക്കറി വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് തൊണ്ട കാറുന്ന രീതിയിൽ കാറിയ വെളിച്ചെണ്ണ, ഒരു രക്ഷയില്ല. പിന്നെ മഴ തുടങ്ങി. ഇതിൽ അങ്ങനെ ഗതികെട്ട് തവടെണ്ണ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പക്ഷേ എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് എന്നുള്ളത്. അറിയാതെ പലരും ഉപയോഗിച്ച്, അറിയിക്കാതെ ഉപയോഗിച്ചൊക്കെ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാണ്ട് കറിയിൽ ഉപയോഗിച്ച് തവടെണ്ണയെ ജീവിതത്തിലാക്കി. പക്ഷേ ഒരു ടേസ്റ്റ് വ്യത്യാസവും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പം ഒരു കാര്യം മനസ്സിലായി, രണ്ടാൾക്കും ജോലിയും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണ വിലയ്ക്ക് വേണ്ടി കൊപ്ര എന്ന പണിയെ ഞങ്ങൾ മാറ്റിവെച്ച് അന്ന് മുതൽ 100% തവിടെണ്ണയായി. ഈ 6-7 ലിറ്റർ വെളിച്ചെണ്ണ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പിന്നെ കുറച്ച് കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ളതുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഉള്ളിൽ ശ്രീകോവില് കത്തിക്കേണ്ട, നമുക്ക് ചുറ്റുവിളക്കിനും മറ്റേ കൽവിളക്കിലൊക്കെ ആയിട്ട് അങ്ങനെ അമ്പലത്തിലേക്ക് ഭക്തി കൊണ്ടല്ല കൊടുത്തത്, ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് നമ്മൾ കൊടുത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ആ വെളിച്ചെണ്ണയിലും ദൈവം കനിഞ്ഞിട്ട് RCMനെ സ്ഥിരമായിട്ട് തവടെണ്ണയിലേക്ക് മാറ്റി. അന്ന് മുതൽ രാജൻ സാറ് പറഞ്ഞ കാര്യങ്ങളും ചെയ്തു. ഹെൽത്തിൽ എനിക്കാണ് പെട്ടെന്ന് റിസൾട്ട് വന്നത്. എൻ്റെ എല്ലാ ചൊറിച്ചിലുകളും മറ്റുള്ളത് കൃത്യം 7 ദിവസം തവടെണ്ണ രാവിലെ പോകുമ്പോൾ ഞാൻ സ്കിന്നിൽ തേച്ച് പോകും. വൈകിട്ട് വെയിൽ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ 5, 5:30, 6 മണി, 7 മണി ഈ ടൈമുകളാണ്. വെയിൽ കൊള്ളാൻ പറ്റില്ലെങ്കിൽ പോലും വൈകുന്നേരം വന്ന് കുളിച്ച് കഴിയുമ്പോൾ തവടെണ്ണയും മഞ്ഞൾപ്പൊടിയും പുരട്ടി എൻ്റെ ചൊറിച്ചിൽ എന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റാതെ രാത്രിയായി കഴിഞ്ഞാൽ ചുമയും കാലിന് ചൊറിച്ചിലും ആയിരുന്നിടത്തുനിന്ന് കറക്റ്റ് 7 ദിവസം, 7ാമത്തെ ദിവസം ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഉറക്കമില്ലാത്തവന്, അതും മറ്റു പ്രശ്നങ്ങളല്ല, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഉറക്കം പോയവനെ അറിയുള്ളൂ. അതിൽ നിന്നൊരു മോചനം കിട്ടി ഉറങ്ങുമ്പോൾ ഉറക്കത്തിൻ്റെ ശരിക്കുള്ള ഒരു സുഖം. ഒരു കൊതുക് കഴിച്ച് ചൊറിയുന്നവന് അതൊരു ചിലപ്പോൾ ഒരു സുഖമുള്ള ചൊറിച്ചിലായിരിക്കും. പക്ഷെ ചൊറിച്ചിലൊരു രോഗമായി മാറിയവനാണ് ആ ചൊറിച്ചിൽ മാറുമ്പം അതിൽ നിന്ന് ഈ 2 സുഖവും ഞാൻ ഒന്നിച്ച് അനുഭവിച്ചു തുടങ്ങിയപ്പം ഞാൻ ഇതിനെ ജീവിതത്തിൽ ഏറ്റെടുത്തു. കാരണം രണ്ടാമതൊരു ജീവിതം ദൈവം വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കുക. 100% സുരേൻ സാറ് പറയുന്നതിൽ പിന്നൊരു ഒബ്ജക്ഷൻ ഇല്ല. 2 പേർക്ക് റിസൾട്ട്, അതിലേറ്റവും പ്രധാനം ഈ 2 പേർക്കും കൂടെ ആകെ ഒരു മോളാണ് ഉണ്ടായിട്ടുള്ളത്. അവളുടെ പല്ലുവേദന പ്രശ്നങ്ങൾ, അവൾക്കും ഇതുപോലെ 15 ദിവസം കൂടുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. 3.5 വയസ്സുള്ളപ്പം നമ്മുടെ ചാലക്കുടിയിൽ ഒരു കല എന്ന് പറഞ്ഞിട്ടൊരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. അമ്മയുടെ തന്നെ പാരമ്പര്യമാണ് ആ കുട്ടിക്ക് കിട്ടിയത്. ആസ്മയുടെ പ്രശ്നങ്ങൾ ആ കുഞ്ഞിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് 6 ദിവസം അഡ്മിറ്റ് ചെയ്ത് അവൾക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞാണ്.
അവളെയും സുരേൻ സാറ് ആ സമയത്തൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആൻറ്റിബയോട്ടിക് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അവളെ സ്ഥിരമായിട്ട് ഹോമിയോ കാണിച്ച് അങ്ങനെ എല്ലാ മാസവും മരുന്നുകളിൽ 3 പേരും ജീവിക്കുന്നിടത്ത് കിഡ്സ് അന്നൊരു ചെറിയ ഡബ്ബയാണ്, ഒരു കാപ്പി കളർ നിറത്തിലുള്ള ഒരു ഡബ്ബ അദ്ദേഹം കൊണ്ടുവന്ന് തന്നപ്പം ഒരു രണ്ടാമതൊരു ചിന്തയിലാണ് ഞങ്ങൾ കിഡ്സ് ഏറ്റെടുത്തു. കാരണം സുരേൻ സാറ് കൊണ്ടുവരുന്നതെല്ലാം ആദ്യം അദ്ദേഹത്തിന് എന്തോ കാര്യസാധ്യത്തിന് കൊണ്ടുവരുന്നതായിരുന്നു. പക്ഷേ കൊണ്ടുവന്നതൊക്കെ ഞങ്ങളുടെ നല്ല റിസൾട്ടിന് വേണ്ടി ഞങ്ങൾക്ക് അന്ന് മനസ്സിലായപ്പം ഒട്ടും സംശയമില്ലാണ്ട് കിഡ്സ് ഏറ്റെടുത്തു. പിന്നെ ഞങ്ങളുടെ മോളെയും കൊണ്ട് ഞങ്ങൾക്ക് ആസ്പത്രി കയറി അങ്ങോട്ട് അവസ്ഥ വന്നിട്ടില്ല. ഹോമിയോ ഡോക്ടർ എല്ലാ 15 ദിവസം കൂടുമ്പോഴും അവൾക്ക് ശക്തമായ ചുമയും ശ്വാസം മുട്ടും വരുമ്പം ഡോക്ടർ പറഞ്ഞതാണ് അവളുടെ ഹാർട്ടിന് ചെറിയൊരു ഹോളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ ഹോൾ എവിടെ പോയി എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. പക്ഷെ എന്ന് സുരേൻ സാറ് കിഡ്സ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയോ അന്ന് മുതൽ ഇന്ന് രാവിലെയും അവളൊരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് പോലും അവളുടെ ജീവിതത്തിൽ പകരം വെക്കാത്ത ഒരു സാധനമാണ് ന്യൂട്രിചാർജ് കിഡ്സ് പൗഡർ. ഇത് റെഗുലറായിട്ട് കഴിക്കുന്നു. അതിൽ നിന്ന് അവൾക്ക് മോചനം കിട്ടി. എൻ്റെ ആസ്മ പോയി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു മരുന്നോ ഒരു ഡോക്ടറോ ഒരു ഹോസ്പിറ്റലിലോ, അതിൻ്റെ ഇടയിൽ 3.5 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ് പലർക്കും അറിയാം, എൻ്റെ മോളുടെ ഡെലിവറിക്ക് വേണ്ടി സിസേറിയൻ പറഞ്ഞ ഡെലിവറിയെ നോർമൽ ഡെലിവറി ആക്കി തന്നതും RCMൻ്റെ ന്യൂട്രിചാർജ് സപ്ലിമെൻറ്റുകളാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ വന്ന ഞാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പക്ഷേ ഇതിലും വലിയ രോഗങ്ങൾ വന്ന് പല ആസ്പത്രിക്ക് ഇറങ്ങി പല മരുന്നുകൾ കഴിച്ചവരാരും ആ മരുന്ന് വാങ്ങിയത് കൊണ്ട് മരുന്ന് കമ്പനിയുടെ ഒരു അംബാസഡറോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡായി മാറിയ ചരിത്രം ഒരു കമ്പനിക്കും അവകാശപ്പെടാനില്ലെങ്കിൽ ഇന്ന് RCM എന്ന ഈ കമ്പനിക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു ബ്രാൻഡാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന രോഗിയായിട്ട് വന്ന് ഇന്ന് കഴിക്കുന്നതും പറയുന്നതും സഫേർ അഖില മേഡം പറഞ്ഞതുപോലെ കാണുന്ന ലോകം RCM, കേൾക്കുന്ന ലോകം RCM, പറയുന്ന ലോകം RCM. RCMൻ്റെ എന്ത് പ്രോഗ്രാമോ എവിടെയാണോ എനിക്ക് അത്രയ്ക്കും പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് ഒഴിവാക്കാറുള്ളത്. ബാക്കി എല്ലായിടത്തും എത്തും. അങ്ങനെ മുഴുവൻ RCM ആയി മാറി. ഇടുന്ന ഡ്രസ്സുകളും എന്തൊക്കെ നമുക്ക് ധരിക്കണോ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കണോ ഇത് മുഴുവൻ RCM ആണ്. ഈവൺ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് പുറത്തു പോകുന്ന നമുക്കൊരു സ്ത്രീകൾക്ക് പുറത്തു പോകുമ്പോൾ ജസ്റ്റ് ഒരു ബാഗ് നമുക്ക് വേണമല്ലേ. എപ്പോഴും ബാക്ക് പാക്ക് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അതിന് പോലും എനിക്കൊരു മറ്റൊരു ബ്രാൻഡ് എടുത്തപ്പോൾ അതിലൊരു അബദ്ധം എനിക്ക് പറ്റി. പല സ്ത്രീകൾക്കും പറ്റിയിട്ടുണ്ടാവും. നമ്മൾ പറയും ഞാൻ കൊണ്ടുവന്നത് അത് RCM, ഇത് RCM, എല്ലാം ഉപയോഗിക്കുന്ന RCM എന്ന് പറഞ്ഞപ്പം ഒരു യാത്രക്കിടയിൽ ഒരു സ്ത്രീ എൻ്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബാഗിൻ്റെ ഒക്കെ ഞാൻ അവർക്ക് പ്ലാൻ ബുക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവരെടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു ഈ ബാഗ് RCM ആണോ എന്ന്. അത്രയും നേരം ഗോപകുമാർ സാറ് പറയണ പോലെ സാധാരണ ഊതി നിറച്ച നമ്മുടെ കാർബൺ ഡയോക്സൈഡ് അല്ലാതെ നല്ല എന്താ പറയുക ബലൂണിന് ഏറ്റവും കൂടുതൽ ഉയർന്ന് പറക്കാനുള്ള ഇത് കിട്ടുന്നത് ഹൈഡ്രജൻ അല്ലേ. അങ്ങനെ ഹൈഡ്രജൻ അടിച്ചു വെച്ചൊരു ഹൈഡ്രജൻ ബലൂണായ ഞാൻ ആ സമയത്ത് തന്നെ മുട്ടുസൂചിക്ക് കുത്തിയ പോലെ ഫുള്ള് പോയി എനർജി. കാരണം അവിടെ എനിക്ക് പറയേണ്ട വന്നു ഇത് RCM അല്ല. അപ്പോഴും ലീഡേഴ്സ് പറയുന്ന ഒരു വാചകത്തിൽ ഞാൻ തടിതപ്പി. കാരണം RCMല് വാനിറ്റി ബാഗ് ഇതുവരെ വന്നിട്ടില്ല. RCMൽ എന്തൊക്കെയുണ്ടോ എനിക്ക് ഉപയോഗിക്കേണ്ടത് അതൊക്കെ ഞാൻ 100% ഇല്ലാത്തൊരു വസ്തു അത്യന്താപേക്ഷിതമായത് കൊണ്ട് മാത്രം ഞാൻ മറ്റൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു. പതുക്കെ RCMൻ്റെ പാൻറ് പീസും ഷർട്ട് പീസും ഒക്കെ വാങ്ങിയിട്ടാണ് ഞാൻ കുർത്തിയും എൻ്റെ പാൻറ്റുകളൊക്കെ തയ്ച്ചിരുന്നത്. അന്ന് സമൃദ്ധമായിട്ട് ഡ്രസ്സ് വരാത്തപ്പോൾ ഇതിൻ്റെയൊക്കെ വെട്ട് കഷ്ണങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. ദൈവം സഹായിച്ച് തയ്യൽ എനിക്കറിയാം. അങ്ങനെ ഞാൻ കുറച്ച് സിബൊക്കെ വാങ്ങി ചെറിയ ചെറിയ തോൾ സഞ്ചി പോലെയൊക്കെ അടിക്കും. ഈ അടുത്ത ദിവസവും RCMൻ്റെ തുണിയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരാം.
11 വർഷം മുമ്പ് ജോയിനിങ് കിറ്റായിട്ട് സനലേട്ടന് സുരേന്ദ്രൻ സാറ് കൊണ്ടു തന്ന പാൻറ് ഇട്ട് നടന്ന് 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 അതിൻ്റെ അടി കീറിപ്പോയി. പക്ഷേ തുണിക്കൊരു കുഴപ്പവും പറ്റിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അത് അഴിച്ച് അടിപൊളി ഒരു സ്ലിംഗ് ബാഗായിട്ട് ഞാനത് തയ്ച്ച് ഇന്ന് അഭിമാനത്തോടു കൂടി മറ്റേത് ഒരു ബാഗ് വാങ്ങിയത് 1200 രൂപയുടെ അടുത്ത് വിലയുള്ള ആ ബാഗ് ധരിക്കുന്നതിലും എനിക്ക് അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ RCM ബ്രാൻഡിൻ്റെ ആ ഒരു പാൻറ് കൊണ്ട് തയ്ച്ചേ. കാരണം അത്രയ്ക്കും ക്വാളിറ്റി. ആ തുണി കണ്ട വഴി എന്നോട് 2 പേര് ചോദിച്ചു, ഇത് അടിപൊളി ബാഗാണല്ലോ, ഇത് എവിടുന്നാ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇത് 100% RCM ആണ്. കാരണം ഞങ്ങൾ ജോയിനിങ് കിറ്റ് വാങ്ങിയിട്ട് ഇത് സൺലൈറ്റിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പാൻറ്റിൻ്റെ അടിവശം കീറിപ്പോയപ്പം ഇതിനെ ഞാൻ ബാഗാക്കി. ഇനി എൻ്റെ ലൈഫ് എത്രയാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മരണം വരെ ആ തുണി കീറില്ല. കാരണം അത്രയ്ക്കും ഗ്യാരണ്ടി ക്വാളിറ്റി ഉള്ള ബാഗാണെന്ന് മനസ്സിലാക്കി. ഇന്ന് ആ ബാഗും കൊണ്ട് നിങ്ങൾക്കറിയാം ഒരു ടെക്നിക്കൽ അച്ചീവറിൻ്റെ വരുമാനം, ആ വരുമാനത്തിന്റെ സ്റ്റാറ്റസ് നോക്കി വാനിറ്റി ബാഗ് എന്ന് പറയുമ്പോൾ അതിന് പച്ച മലയാളത്തിൽ പറയും പൊങ്ങച്ച സഞ്ചി എന്ന്. അങ്ങനെയാണെങ്കിൽ വരുമാനം ഇല്ലാത്ത സ്ത്രീകൾ പലതരം പൊങ്ങച്ച സഞ്ചി അല്ലെങ്കിൽ ആ ബാഗ് തൂക്കുന്നിടത്ത് ഇന്ന് അഭിമാനത്തോടു കൂടി ഒരു 3,400,000 മുകളിൽ ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് വരുമാനം വാങ്ങുന്ന ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ സ്വന്തം RCMന്റെ ബാഗാണെങ്കിൽ അതെൻ്റെ ഞാനൊരു ബ്രാൻഡായി മാറിയത് കൊണ്ട് എന്നിൽ വരുന്ന അഭിമാനമാണ്. ഏത് കല്യാണ ഫംഗ്ഷനോ എവിടെ എനിക്ക് ആ ബാഗ് ധരിച്ചു പോകാൻ ഒരു ചമ്മലും ഇല്ല. അതെൻ്റെ അഭിമാനമാണ്, അതെൻ്റെ മുദ്രയാണ്. എല്ലാവരും ഇതിൽ വരും. എങ്ങനെ വരും? വെറും ഒരു യൂസറായിട്ട് വരും. ആരെങ്കിലും ഷെയർ ചെയ്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് RCMനെ ആദ്യം പരിചയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു പരിവർത്തനമാണ്. ഉപയോഗിച്ച് വരുമ്പോൾ അവർ നമ്മളോട് പറയും നമുക്കൊരു രജിസ്റ്റേർഡ് കസ്റ്റമറായിട്ടൊരു അംഗീകൃത ഉപഭോക്താവായി നിൽക്കാം. അവിടെ നിന്ന് കഴിയുമ്പം RCMകാർക്ക് ഒരു ഇതുണ്ടല്ലേ, പതുക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കിണർ നമ്മൾ കുത്തി താഴോട്ടാ പോവുക. പക്ഷെ വലിയ മല എങ്ങനെയാണ് നമ്മൾ ഇളക്കുക? അതിനെ പതുക്കെ അതിൻ്റെ ഏറ്റവും അടിവാരത്തുനിന്ന് പതുക്കെ മാന്തി പിന്നെ അപ്പോഴാണ് ഈ മാന്തല് തുടങ്ങുമ്പോൾ ആദ്യത്തെ തൂമ്പയ്ക്ക് കൊത്തുന്ന സമയമാണ് രജിസ്റ്റേർഡ് കസ്റ്റമർ ആക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് പ്രൊഡക്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുമ്പം അവരെ വില വ്യത്യാസം കാണിക്കും, പ്ലാൻ കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ അവരൊരു 50% മയമായിട്ട് വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇത് എന്നെ പോലെ തന്നെ 2 വീട്ടിലേക്ക് അപ്പുറത്തേക്ക് കൊടുത്തോ, പോക്കറ്റ് മണി കിട്ടും. കുടുംബശ്രീയിൽ അടയ്ക്കാനുള്ള ചെറിയൊരു ആഴ്ചയിൽ ഒരു 50 രൂപയുടെ ഒക്കെ വെച്ച് അടയ്ക്കുന്ന ഒരു ഗണത്തിലുള്ള മെമ്പറാണെങ്കിൽ ഭർത്താവിൻ്റെ പോക്കറ്റ് അടിക്കാണ്ട് 2 പേസ്റ്റോ ഒരെണ്ണയോ എന്തെങ്കിലുമൊക്കെ അവിടെ കൂട്ടുകാരിക്കും ഇപ്പുറത്തെ കൂട്ടുകാരിക്കും കൊടുത്ത ആഴ്ചയിലെ കുടുംബശ്രീയുടെ അടവ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും എന്ന് പറയുമ്പോൾ അവർ പതുക്കെ ഇപ്പുറത്തേക്കും ഒക്കെ കൊടുക്കും. അതിന് അവരെ കൊണ്ടല്ല കൊടുപ്പിക്കുക, നിങ്ങൾ വായോ, നിങ്ങൾക്കിത് കൊടുക്കാനുള്ളത് ഞാൻ ചെയ്തു തരാം സഹായം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി അവരുടെ അയൽവക്കത്തേക്ക് നമ്മൾ പോയി പറഞ്ഞ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവർ തരൂ എന്ന് പറഞ്ഞ് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരൊരു സെല്ലറാക്കി മാറ്റും. സെല്ലർ എന്ന് പറയുന്നവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മൾ പറഞ്ഞു കൊടുത്തത് പൈസ കിട്ടും, പൈസയ്ക്ക് മാത്രം. പക്ഷേ അവിടെ വരുമാനം കിട്ടാൻ വേണ്ടി ആ വ്യക്തിയെ നമ്മൾ എന്ത് പറയും? എന്നെ സുരേൻ സാറ് ജ്വല്ലറിയിൽ ആദ്യം സെല്ലറാക്കിയത്, നീ ഇത് ഉപയോഗിച്ചില്ലേ, നീ കൊടുക്ക്. അങ്ങനെ ഞാൻ വെറും ഒരു സെല്ലറായി മാറി. അങ്ങനെ മാറി എൻ്റെ അക്കൗണ്ടിൽ അറിയാതെ പൈസകളൊക്കെ വന്നു തുടങ്ങിയപ്പം എന്നോട് സുരേൻ സാർ പറഞ്ഞു, നീ ഇനി ഇതൊരു പ്രൊമോഷൻ ചെയ്യും, അവർക്കും ഇതുപോലെ ഐഡിയ ഒക്കെ എടുത്തു കൊടുക്കുക. കാരണം ജ്വല്ലറിയിൽ നിന്ന് നിനക്ക് എപ്പോൾ വേണേലും പോരേണ്ട വരും. പക്ഷെ നീ പോന്നാലും അവരെ നിന്റെ ജീവിതകാലം നിനക്ക് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ബന്ധം വിടാതെ ഒരു ബന്ധുവാക്കി മാറ്റാൻ നീ അവരെ പ്രൊമോഷൻ ചെയ്യൂ ഈ ഒരു ബിസിനസ്സിനെ. അങ്ങനെ നമ്മളൊരു പ്രൊമോട്ടറായി മാറുമ്പോഴാണ് നമ്മൾ ഓരോരുത്തർക്ക് ജോയിനിങ് കൊടുത്തു തുടങ്ങുക. ആ ജോയിനിങ് ഒക്കെ കൊടുത്ത് പ്രൊമോട്ടറായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തായി? നമ്മൾ അതിൻ്റെ ഒരു അംബാസഡറായി മാറൂലേ. അപ്പം നമ്മൾ എന്താ പറയുക, RCMന്റെ ഒരു സാരി എടുത്താൽ ദേ ഇത്, അങ്ങനെ നമ്മൾ RCMന്റെ ഒരു അംബാസഡറായി മാറും. അംബാസഡറായി കഴിക്കുന്നതും കുടിക്കുന്നതും പറയുന്നതും ധരിക്കുന്നതും ചെയ്യുന്നതും വീണ്ടും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ബ്രാൻഡായി മാറും.
കൃഷ്ണയിൽ പിന്നെ ബിജു എന്നുള്ള പേര് പോയി RCM ആയി മാറി. ദേ വരുന്ന RCM. ഈ ഇത്തിരി നേരം ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ ചോദിക്കാൻ ചെന്നാൽ അവന്മാർ ഓടി ജ്വല്ലറി കയറും. കാരണം മുതലാളിക്ക് ലാഭ. പിന്നെ അവർ പുറത്തുണ്ടാവില്ല. എങ്ങാനും എൻ്റെ കയ്യിൽ പെട്ടാൽ ഞാൻ RCM പറഞ്ഞാലോ എന്ന് പേടിച്ച് അവർ ഓടുന്ന അവസ്ഥയിൽ എന്നെ ഒരു RCM ബ്രാൻഡാക്കി, നാട്ടിലും RCM ബ്രാൻഡായി. അങ്ങനെ നിന്നപ്പം പിന്നെ എന്താണ് എന്നെ ചെയ്തത് എൻ്റെ ലീഡർ? എല്ലാ ലീഡർമാർക്കും മാതൃകയായിട്ടുള്ളൊരു ലീഡറാണ് സുരേന്ദ്രൻ സാറ്. അദ്ദേഹം എന്നെ സെയിൽ ചെയ്യാനല്ല എന്നെ അദ്ദേഹം കൂടുതൽ പഠിപ്പിച്ചത്. RCMനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. പ്ലാൻ ഷോ ചെയ്യുക, ഹോം മീറ്റിംഗ്, പ്ലാൻ ഷോ, ഹോം മീറ്റിംഗ്, പ്ലാൻ ഷോ, ഹോം മീറ്റിംഗ്. ഇങ്ങനെ ഒരു ലീഡറെ എന്താക്കി? എന്നെ ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് ലീസ് ഡിപ്പെൻഡൻറ്റ് ആ ലീഡറെ കുറച്ച് എന്ന് വെച്ച് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഞാൻ ഒരുവിധമൊക്കെ ഞാൻ മീറ്റിങ്ങുകൾ പോകുമെന്ന് വെച്ചാലും ഈ അടുത്ത ദിവസം ഗിരീഷ് സാർ എനിക്ക് വടകര ഒരു പ്രോഗ്രാം തന്നു. ക്രോസ് ലൈനാണ്, എല്ലാവരും ഗ്രേറ്റ് അപ്ലൈനായ ഗിരീഷ് സാറ് തന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പടപ്പ് വന്നു, ചെറിയൊരു ശിങ്കാരി മേളം. ഞാൻ ചുളുവിൽ സുരേൻ സാറിനെ വിളിച്ചു. സുരേൻ സാറെ ഇങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു, ഞാൻ എന്താ പറയേണ്ടത്? അതൊരു നമ്മുടെ ലീഡറിൻ്റെ ഒരു അനുഗ്രഹം. കാരണം അദ്ദേഹം ഒന്നുമില്ല, അറിയണേ അല്ലേ, പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞുള്ളൂ എന്ന് വെച്ചാലും നീ പറഞ്ഞോ എന്നുള്ളൊരു സപ്പോർട്ട്, അതാണ് നമ്മുടെ ലീഡറിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ലീഡറെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ആളാക്കിയല്ല നമ്മൾ കൺസെൻറ്റ് എടുക്കേണ്ടത്. അതോട് നമ്മൾ പോകുന്നു, നമുക്കറിയുന്നത് പറയുന്നു, നമ്മളാരും ഇതില്ല. ധൈര്യമായിട്ട് അവിടെ എനിക്കറിയാം പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷെ ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിലല്ല, എൻ്റെ രണ്ട് ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള എൻ്റെ ജിഷ മേഡത്തിൻ്റെയും ഗിരീഷ് സാറിൻ്റെയും മുന്നിൽ ഞാൻ എനിക്ക് കിട്ടിയ അവസരം പറഞ്ഞു. അവിടെ എനിക്ക് തെറ്റ് പറ്റിയാൽ എൻ്റെ ഗുരുക്കന്മാരുടെ മുന്നിലാണ് ആ തെറ്റ് അവരെനിക്ക് തിരുത്തി തരും. വീണ്ടും ഒരിടത്ത് എനിക്ക് തെറ്റ് പറ്റാതെ അവരെന്നെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഗുരുക്കന്മാർ തരുന്ന കാര്യം എന്താണോ ചാൻസ് നമ്മൾ എടുക്കണം. ഇനി ഈ RCMൽ നമ്മൾ ഓരോരുത്തരും പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഞാൻ പ്രൊമോട്ട് ചെയ്തത്, എനിക്ക് ആദ്യമൊക്കെ പോകുമ്പം അവിടെ 3-4 എന്താ പറയുക അനാഥ ബാല്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് പേരുണ്ടാവും. ഞാൻ രാജിത മേഡം, ഇപ്പം ടെക്നിക്കലായിട്ട് എന്നെ വെൽക്കം ചെയ്ത പുഷ്പ ശശികുമാർ മേഡം, കുറച്ച് പേര് എങ്ങനെയാണെന്നറിയോ, ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾ ഞങ്ങളുടെ അപ്ലൈനുകളുണ്ട്. ഇതിലൊരു പുരുഷ കേസരിയും കൂടി ഉണ്ട്, നോബിൾ സാറ്. ഞങ്ങളൊക്കെ കൂടി ഇരിക്കുമ്പോൾ രാജൻ സാറിനെ കാണരുതേ വിളിക്കരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് പോവുക. ഗിരീഷ് സാറ് ചോദിക്കല്ലേ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന്. പോകുമ്പം RCM പഠിക്കാനാ പോണേന്ന് വെച്ചാൽ ആ വഴിക്ക് പോകുമ്പം കുരിശുപള്ളി കണ്ടാലും അമ്പലം കണ്ടാലും ഒക്കെ പ്രാർത്ഥിക്കും. ലീഡേഴ്സ് പ്ലാൻ പറയിച്ചോട്ടെ, പ്രൊഫൈൽ പറയിച്ചു, കൂടെ ആരെങ്കിലും വന്നോന്ന് ചോദിക്കല്ലേ. കാരണം ആരും വരാനില്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ ഈ മീറ്റിംഗ് ഹാളിൽ ഉണ്ടാവാറുണ്ട്. ഒറ്റപ്പെട്ടുപോയ കുറച്ച് ആൾക്കാരായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ചെന്നിരിക്കും. പക്ഷേ അങ്ങനെ സ്ഥിരമായിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് അറിവുകളുണ്ട്. അങ്ങനെ സുരേൻ സാർ എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കൂടെ 2 പേരെ, ശക്തമായ 2 പേരെ കൊണ്ടുപോയി. അവർ ഒരാൾ ടെക്നിക്കൽ, ഒരാൾ റോയൽറ്റി, ഇങ്ങനെയൊക്കെ ആയി വന്നു. അവിടെ നിന്ന് 2-ൽ നിന്ന് 4, 4-ൽ നിന്ന് ഇങ്ങനെ വന്ന് ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നോ ഇല്ലയോ എന്നല്ല, ഞാൻ കൊണ്ടുപോകുന്ന ഒരു ശീലം ടീമിലെ ഓരോരുത്തരും പകർത്തിയപ്പം ഇന്ന് എൻ്റെ ആ ഒരു ജോലി എളുപ്പമായി. കാരണം നമ്മൾ കൊടുത്ത ആ ഒരു സിസ്റ്റം, ഒരു ഡ്യൂപ്ലിക്കേഷൻ അവരേറ്റെടുത്ത് ഇന്ന് അവരൊക്കെ വരുന്നത് ആൾക്കാരെയും കൊണ്ടാണ് മീറ്റിംഗ് ഹാളിൽ വരുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, ആര് വരുന്നോ ഇല്ലയോ എന്ന് ചിന്തിക്കണ്ട, വിഷമിക്കണ്ട. എല്ലാവർക്കും ഒരു സമയമുണ്ട് ദാസ. സമയം നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നിൽക്കും. പക്ഷേ ആ സമയം അടുത്തെത്തുമ്പോഴാണ് പലരും പല പ്രലോഭനത്തിലും പെട്ട് വിട്ടുമാറുക. നെവർ എവർ കിറ്റ്. കാരണം നമ്മൾ ഒരിക്കലും ഇത് വിട്ടുപോകാൻ പാടില്ല, നിലനിൽക്കുക. ആര് നമ്മളെ കൊണ്ടുവന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുവന്നത് ആളല്ലേ, ആ ആൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിച്ചോടുന്നത്? പല പ്രസ്ഥാനങ്ങളിലും
കൊണ്ടുവന്ന് കുഴി ചാടിക്കാൻ ആളുണ്ടാവും. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന ആളെ മഷിനോട്ടത്തിൽ നോക്കിയാൽ പോലും പൊടി പോലും കണ്ടുപിടിക്കാനുണ്ടാവില്ല. ആള് ഈ ഭൂഖണ്ഡം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു വ്യക്തി ശത്രുക്കൾ ആരും ഒരാൾക്ക് ആർസിയം കൊണ്ടു കൊടുക്കില്ലേ. ഏറ്റവും ഉച്ച ബന്ധുക്കളായിട്ട് നമ്മളെ ഏറ്റവും ഉച്ചവരായി കാണുന്നവരാ നമ്മളെ ആർസിയം കൊണ്ടുവന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടത്തുന്നുണ്ടെങ്കിൽ അവരുള്ള കാലത്തോളം ഇനി അവർ പോയാൽ പോലും അവർ നമ്മളെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട ഒരു കൂട്ടായ്മയും ആർസിയമും ഇവിടെ വിജയിച്ചവരുണ്ടെങ്കിൽ നമ്മൾ നിൽക്കണം. കാരണം ആർസിയം ആർക്കോ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടെന്നൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കും, നിന്നേ തീരൂ. ഇവിടെ അല്ലാതെ വേറെ ആർക്കാ വിജയിക്കാൻ വേറെ എവിടെയാ പ്ലാറ്റ്ഫോം ഉള്ളത്? ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, ആസ്ക് എന്ന്, ASK, ചോദിക്കണം അല്ലേ? അതിൽ എന്ന് പറഞ്ഞാൽ ആസ്ക് തന്നെ. നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ചോദിക്കണം. എന്തു ചോദിക്കണം? അവരുപയോഗിക്കുന്ന ഉൽപ്പന്നം എവിടുന്നാ, ആ ഉൽപ്പന്നം വാങ്ങുന്നതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടണത്? സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാറുണ്ടോ? അതൊന്ന് ചോദിക്കുക. ആ ചോദിക്കാൻ എന്ത് വേണം? വീട്ടിലിരുന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, അന്വേഷിച്ചിറങ്ങണം. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ആസ്ക്, ചോദിക്കണം. ചോദിക്കണമെങ്കിൽ ആര് വേണം? ആൾക്കാർ വേണം. അതിനെന്ത് വേണം? സീക്ക്, അന്വേഷിച്ചിറങ്ങണം. നീ ലിസ്റ്റ്, അപ്പോഴേക്കും നമ്മുടെ ലീഡേഴ്സ് നമ്മളെ കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ഈ ലിസ്റ്റ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് AI ആണ്. സാമ്പാറും സദ്യയൊക്കെ പറഞ്ഞാലും മൊബൈലിൽ AI സദ്യയൊക്കെ കാണിച്ചു തരും. ഉണ്ണണം വായിൽ വെക്കണമെങ്കിൽ നമ്മൾ തന്നെ അടുക്കളയിൽ കയറി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഓർഡർ കൊടുത്ത് വരുത്തിയിട്ട് മിനിമം കൈ കഴുകി നമ്മൾ ഉരുട്ടി വായിൽ വെക്കണ്ടേ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വായിൽ വെക്കണം ഉണ്ണാൻ. എന്ന് വെച്ചാൽ AI യുഗത്തില് മൊബൈലിൽ സദ്യ കണ്ട വയറെന്നറിയില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് RCMല് നമുക്ക് വേണ്ടത് ആൾക്കാരാണ്. ആൾക്കാരിൽ കൂടെ നമ്മുടെ ബിസിനസ് പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യണം, PVയെ വരുത്തണം. PV വന്നു കഴിഞ്ഞാൽ പൈസ വരും, പൈസ വന്നു കഴിഞ്ഞാൽ പീപ്പിൾസ് വരും. കാരണം RCMൽ എന്തെങ്കിലും പൈസയൊക്കെ വന്ന് നമ്മളിലൊരു മാറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളെ വിശ്വസിച്ച് ആൾക്കാർ വരുള്ളൂ. അങ്ങനെ ഈ PV എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. അതിന് സൂര്യൻ സാറ് പറയും പ്രൊഡക്റ്റ് വാങ്ങണം, പ്രൊഡക്റ്റ് വിൽക്കണം, അപ്പോൾ പൈസ വരും. പൈസ വന്ന് നമ്മളിൽ ഇത്തിരി മാറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ പീപ്പിൾസ് വരും. അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് ചെയ്യാൻ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഗിരീഷ് സാറ് പറയും വൈകുന്നേരം ഒരു 7:30 ആകുമ്പോൾ ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽക്ക് ചെന്ന് രാത്രി, പിന്നെ ആരും രാത്രി ഇരുട്ടിലേക്ക് പോണ കള്ളന്മാരൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരുവിധം നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇരുട്ടാകുമ്പോൾ വീട്ടിൽ വന്ന് കയറും കുടുംബത്തിൻ്റെ കൂടെ. ആ സമയത്ത് ഇവർ ഒരിക്കലും പുറത്ത് ചാടില്ല. അങ്ങനെ 7:30ക്കും 9:30ക്കും ഇടയിലുള്ള ഒരു 2 മണിക്കൂർ നമ്മൾ ആരുടെയെങ്കിലും ഡൈനിങ് ടേബിളിൽ എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഡൈനിങ് ടേബിളിലേക്ക് നേരിട്ടിടിച്ച് കയറാൻ പറ്റുമോ? ആ സമയത്ത് ഇരുട്ടാകുമ്പോൾ വാതിലടയ്ക്കും. അപ്പൊ നോക്ക്, നമ്മൾ എന്താ ചെയ്യണ്ടേ? അവിടെ പോയിട്ട് KNOK നോക്കൊന്ന് മുട്ടണം, അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കണം. നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമ്മളെ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ ഇതിനൊരു യജ്ഞമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് അവർ അറിഞ്ഞും അറിയാതെയോ പല രീതിയിലായിരിക്കും നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ജോയിനിങ് എടുക്കുക. നിർബന്ധം, സ്നേഹത്തിൻ്റെ നിർബന്ധം, വാശി, പിണക്കം നടിച്ച് നമ്മൾ ഒഴിവാക്കാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ അവരെടുത്തു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു കഴിയുമ്പം നമുക്ക് പഠിപ്പിച്ചു തരും അർജുൻ സാറ്. ഇപ്പോൾ വരുന്നവർക്കൊക്കെ ഭാഗ്യമാണ്. എത്ര ട്രെയിനർമാരെ എന്തൊക്കെ നൂതന ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ RCM പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആ ഒരു ലീഡേഴ്സിൻ്റെ RCMൽ മാത്രമേ ഉള്ളൂ US യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അറിയും. അതിലറിയേണ്ടത് ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ലിവറേജ് ആണ് വേണ്ടത്. 5 തരത്തിൽ ലിവറേജ് വേണം നമുക്ക്. അത് ആർക്കാണെങ്കിലും ലിവറേജ് ഉണ്ടെങ്കിൽ ഏതൊരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലും ഏത് ബിസിനസ്സിനും ലിവറേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രഡീഷണൽ ബിസിനസ്സിൽ ലിവറേജ് എങ്ങനെ ഉണ്ടാക്കുന്ന? ഒരു വ്യക്തി, ആളുടെ അല്ലെങ്കിൽ ഒരു ടീം കുറച്ച് ഷെയറൊക്കെ എടുത്ത് അവരവരുടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു. അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ മറ്റുള്ളതോ അവർ ഉണ്ടാക്കിയിട്ട് അത് പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഒരു ടീമിനെ
അവർ ക്രിയേറ്റ് ചെയ്ത് ഒന്നുകിൽ പരസ്യത്തിൽ കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മീഡിയയിൽ കൂടെയോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പല കമ്പനികളും നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങുന്ന കുറെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബിസിനസിന്റെ ലിവറേജ് കൂട്ടുന്നു. കാരണം എന്താണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് പീപ്പിൾസിന്റെ അടുത്ത് എത്തിച്ച് പീപ്പിൾസ് അതിനെ സ്വീകരിച്ചാൽ മാത്രമാണ് ആ സംരംഭം വിജയിക്കുകയുള്ളൂ. അത് ഏതൊരു ബിസിനസിന്റെയും അടിസ്ഥാന ഘടകമാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടതാണ് 5 കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ് ലിവറേജിന് വേണ്ടത്. അതില് OPM എന്താണ്? നമ്മൾ ഇതൊരു ടീം ബിസിനസ് ആണ് അല്ലേ? RCMല് ടീം വേണം. ഇതൊരു പാസീവ് ഇൻകത്തിന്റെ ഒരു ബിസിനസ് ആണെങ്കിൽ പാസീവ് ഇൻകം കിട്ടുന്ന കാറ്റഗറി ഒരു ടീം ബിസിനസ്സിൽ കൂടെയാണെങ്കിൽ അതിലേക്ക് എത്താൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഒരു കണക്ക് കാണിക്കില്ലേ, കാൽക്കുലേഷൻ. നമ്മുടെ ലീഡേഴ്സ് ഒരാള് 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിൻ്റെയും വർക്ക് റിസൾട്ട് 8 മണിക്കൂറിന്റെ റിസൾട്ട് ആണെങ്കിൽ 8 പേര് 1 മണിക്കൂർ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് ആ ജോലി 8 പേര് വെച്ച് ഓരോ മണിക്കൂർ ചെയ്ത് ആ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതല്ലേ നമുക്ക് എഫർട്ട് കുറവ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട OPM എന്ന് പറയുന്നത് അതർ പീപ്പിൾസ് വർക്ക്. മറ്റു പല ജോലികൾ ചെയ്യുന്നവരെ അവരുടെ വർക്കിനോടൊപ്പം തന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇനി ജോലിയുടെ ഇടയിൽ സംസാരിക്കാൻ കിട്ടുന്ന സമയം പോലും മറ്റുള്ളവരുടെ ചെവിയിൽ അഖില മേഡം പറയുന്നത് പോലെ പറയുന്നതൊക്കെയും RCM എന്ന രീതിയിൽ RCM പറയുന്ന കുറച്ച് പേരെ ആ പറച്ചിൽ പോലും RCMന്റെ വർക്കാണെങ്കിൽ മറ്റുള്ളവരുടെ വർക്കിനെ നമ്മുടെ വർക്കാക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം. അതിനൊന്നും ലീഡർ വരില്ല, അതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. ഇന്ന് വരെ ഒരു ടീച്ചർ പഠിപ്പിച്ച കുട്ടി ഡോക്ടർ എഞ്ചിനീയർ ആയിട്ടുണ്ട്. പക്ഷെ ആ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഡോക്ടർ എഞ്ചിനീയർ ആവാൻ പറ്റുമോ? നല്ല സ്റ്റുഡൻസുകളെ അവർ തെരഞ്ഞെടുത്ത് പഠിപ്പിക്കാൻ തയ്യാറാവുന്നത് സ്പെഷ്യൽ കെയർ തന്ന് സ്പെഷ്യൽ ട്യൂഷൻ തന്ന് കോമൺ ആയിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു RCMന്റെ ഒരു പഠന സ്കൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോൾ മീറ്റിങ്ങുകൾ. പക്ഷെ ഓരോ വിജയിക്കാനുള്ള വ്യക്തികളെ സ്പെഷ്യൽ ട്യൂഷൻ സ്പെഷ്യൽ കോച്ചിങ് തരുന്ന ലീഡേഴ്സ് നമ്മളെ ഒന്നുകിൽ അവരുടെ സവിധത്തിൽ എത്തിക്കും, അല്ലെങ്കിൽ അവർ നമ്മുടെ സവിധത്തിൽ വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സ്പെഷ്യൽ കോച്ചിങ് ആണ് നമ്മുടെ വിജയമന്ത്രങ്ങൾ. അത് നമ്മൾ ചെയ്താൽ മതി. അത് മറ്റാർക്കും കൊടുക്കുന്നതല്ല, നമുക്ക് വേണ്ടി മാത്രം തരുന്ന ടിപ്പാണ്. ആ ടിപ്പ് മാത്രം, കാരണം അവര് വിജയിച്ചതാ. അവര് വിജയിച്ച ടിപ്പ് നമ്മൾ എടുത്ത് മുന്നോട്ട് പോവുക. അപ്പൊ അവര് പറയുന്നതാണ് ഇത് കൂടുതൽ പേരിലേക്ക് നമ്മൾ പറയണം. നമുക്ക് വേണ്ടി പറയുന്ന കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവരുടെ വർക്കിനെ നമ്മൾ എടുക്കുമ്പോൾ അത് OPM എന്ന് പറയും. മറ്റുള്ളവരുടെ വർക്കും കൂടെ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. പിന്നെ വരുന്നതാണ് OPT. OTP വരൂലേ, 1 ടൈം പാസ്വേഡ്. ഇത് അതിലൊന്ന് തിരിച്ചു OPT, അതർ പീപ്പിൾസ് ടൈം. പലരും ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് എക്സ്ട്രാ ടൈമും ഉണ്ട്. പക്ഷെ എങ്ങനെ അതിനെ ഒന്ന് വരുമാനമാർഗമാക്കാം എന്ന് ആ സമയത്തിനെ വേസ്റ്റ് ടൈമിനെ എങ്ങനെ എന്താ പറയാ ഫ്രൂട്ട്ഫുൾ ടൈമാക്കി പ്രഷ്യസ് ടൈമാക്കി മാറ്റാം എന്നുള്ളത് ഒരിടത്തും പറഞ്ഞു കൊടുക്കുന്നില്ല. അത് RCMൽ മാത്രം നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അതറിയുള്ളൂ. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും അറിവും നമ്മളിൽ നമ്മുടെ ലീഡേഴ്സ് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മറ്റുള്ളവരുടെ ആ അനാഥമായി വേസ്റ്റായി പോകുന്ന ടൈമിനെ നമ്മൾ നമ്മുടെ സമയമാക്കി മാറ്റി അവരിൽ കൂടെ നമ്മളുടെ ഒരു സപ്പോർട്ടോട് കൂടി അവർക്കും ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ അവരുടെ സമയത്തിനെ നമ്മുടെ സമയമാക്കി എടുക്കണം. OPT, അതർ പീപ്പിൾസ് ടൈം. അത് കഴിഞ്ഞാൽ എന്താണ് OPI. ഇത് രണ്ടും അവർക്കൊക്കെ ഉണ്ടാവും, സമയവും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പക്ഷെ ഇത് OPI എന്ന് പറയുന്നത് അതർ പീപ്പിൾസ് ഐഡിയ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നോബൽ സാറ് പല മീറ്റിങ്ങിലും ചോദിക്കും ബുദ്ധി ഉണ്ടോ, ബുദ്ധിയുള്ള ഒരു കൈ പൊക്കാൻ പറയുമ്പോൾ
ഞാൻ ആദ്യത്തെ ഇതിൽ എനിക്കറിയില്ലായിരുന്നു നോബിൾ സാറ് കൊനസ്റ്റ് ചോദ്യം ചോദിക്കണേന്ന്. ബുദ്ധി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ മറ്റേ ജോലിയൊക്കെ വിട്ട് RCM എടുത്തത്. ബുദ്ധിയുള്ളവരല്ലേ RCM ചെയ്യുള്ളൂ. ആ ഒരു ബുദ്ധിയിൽ കൈ പൊക്കിയ വഴി അദ്ദേഹം പറയാണ്, ഈ കൈയൊക്കെ താത്തിക്കോ, ആ ബുദ്ധിയൊക്കെ സജീവ് സാറ് പറയുന്ന പോലെ മണിച്ചിത്ര താഴിട്ട് പൂട്ടിക്കോ. ഈ ബുദ്ധിയും കൊണ്ട് നടന്നിട്ട് ഇന്നുവരെ വിജയിച്ചില്ലല്ലോ, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ബുദ്ധി ഇവിടെ എടുക്കണ്ട. വിജയിച്ചവര് പറയുന്നത് എന്താണോ അത് നമ്മുടെ കർദിനാൾ റൂൾസിൽ ഇതിനെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ സിസ്റ്റം. ഇവിടെ സിസ്റ്റം ആരാ? നമ്മുടെ അപ്ലൈൻ. അപ്പം അതർ പീപ്പിൾസ് ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വിജയിക്കാനായിട്ട് വേണ്ടത് വിജയിച്ച അപ്ലൈനുകളുടെ ഐഡിയ അല്ലെങ്കിൽ ആശയം, അവര് ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളെ നമ്മൾ കോപ്പി അടിക്കണം. മറ്റുള്ളടത്ത് കോപ്പി അടിച്ചാൽ ശിക്ഷ ഉറപ്പാണ്, പരീക്ഷ എഴുതാൻ പറ്റില്ല. D-ബാർ ആണെങ്കിൽ ഇവിടെ 100% വിജയിച്ചവരെ 100-ൽ 110% കോപ്പി അടിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കാം. ഡിസ്റ്റിങ്ഷനോ A+ഓ A ഗ്രേഡോ എന്താണോ കിട്ടണേ, കോപ്പി അടിക്കുന്നവന്റെ കഴിവനുസരിച്ച് അവന് വിജയിക്കാം. അതെന്താ ചെയ്യണ്ടേ? മൂർത്തി സാറ് പറയാറുണ്ട്, ഒരു പൊട്ടത്തരം ചെയ്തിട്ട് പൊട്ടക്കുളത്തിൽ ചെന്ന് വീഴുന്നതിലും നല്ലത് ബുദ്ധിയുള്ളവരുടെ അടുത്ത് നമ്മളൊരു പൊട്ടച്ചോദ്യം ചോദിച്ച് അവര് നമ്മളെ മണ്ടന്മാരാന്ന് പറഞ്ഞോട്ടെ. കാരണം അപ്ലൈൻ്റെ അടുത്തല്ലേ ഇത് ചോദിക്കാൻ പോണത്. അപ്ലൈൻ എന്ത് ചെയ്യും? നമ്മളെ പൊട്ടക്കുളത്തിൽ വീഴാൻ സമ്മതിക്കുമോ? അത് ചെയ്യണ്ട, ഇത് ചെയ്താൽ ഇന്ന ചെയ്യണ്ടെന്ന് മാത്രമല്ല അവർ പറയണത്, അത് ചെയ്ത് കഴിഞ്ഞാൽ കാര്യകാരണ സഹിതം അവർ നമുക്ക് വരുന്ന അബദ്ധങ്ങളും അതിൻ്റെ ദോഷഫലങ്ങളും പറഞ്ഞ് നമ്മളെ തിരുത്തി നല്ല വഴിക്കാക്കും. പലപ്പോഴും ചെയ്യണത് എന്താ? ഇതൊക്കെ ഞാൻ പഠിച്ചു, കുറച്ച് നാൾ വന്ന് ഒന്ന് കൈയൊക്കെ പിടിച്ച് ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ ആയിക്കഴിഞ്ഞ് പ്ലാനൊക്കെ നമ്മളെ ഒന്ന് സ്റ്റേജിലൊക്കെ നമ്മുടെ അപ്ലൈനുകൾ കയറ്റിവിടും. പ്ലാൻ പറയാനും പ്രൊഫൈൽ പഠിക്കാനും ഇൻകം പ്ലാനൊക്കെ പറയാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരം RCMൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്ലാന് ബൈഹാർട്ടാണ്. 3-4 പുസ്തകം എഴുതി നിറച്ചു. പ്രൊഫൈല് ഇതും ഞാൻ ബൈഹാർട്ടാ. ലക്ഷ്യങ്ങൾ അതും ഞാൻ. പിന്നെ RCMൽ എന്താ പഠിക്കാനുള്ളത്? പിന്നെ 6 ബേസിക്സ്, 8 കോർ സ്റ്റെപ്സ്, 7 കർദിനൽ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ 21 സ്റ്റെപ്പ് സ്റ്റാർ ഡയമണ്ട് വരെ എത്താനുള്ള 21 നിയമങ്ങളും പഠിച്ചു. ബേസിക് പാഠങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ പഠിച്ചു. ഇനി എന്താ? അപ്ലൈനൊക്കെ അവിടെ അപ്ലൈൻ എൻ്റെ പ്രായം കൂടിയതാണ്, അല്ലെങ്കിൽ ഞാൻ ലേഡിയാണ്, ജെൻസ് അല്ല, എനിക്ക് ഇത്തിരി ഡിഗ്രി ഉണ്ട്, എൻ്റെ അപ്ലൈന് ഇത്ര വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്ലൈന് ഭംഗിയില്ല. ഇങ്ങനെയൊക്കെ നമ്മളിൽ കഴിവ് കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കൊണ്ടുവന്ന കാർന്നോമാരെ പോലെ തന്നെയുള്ള അപ്ലൈനുകളുടെ പിന്നെ പോരായ്മകൾ നമ്മൾ നോക്കും. അങ്ങനെ പോകുന്നവരാണ് ഇങ്ങനെയൊക്കെ അപ്ലൈൻ്റെ കൺസെന്റ് ഒക്കെ എടുക്കാതെ പോയി പൊട്ടക്കുളത്തിൽ ചാടുക. പക്ഷേ അപ്ലൈൻ ആരാണെങ്കിലും അപ്ലൈൻ തന്നെയാണ്. അവർ നമ്മളെ മുന്നിൽ പോകുന്നുണ്ട്. എങ്ങനെയുള്ള അപ്ലൈൻ? ആക്റ്റീവ്, ഇഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈൻ നമുക്കുണ്ടോ? നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയത്, നമ്മൾ പോകുന്ന പലരും നമുക്ക് പറയും, മേഡം ഇങ്ങനെ സെയിൽ ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ? നമ്മൾ അവരോട് ചെയ്യരുതെന്ന് പറയരുത്. ഓക്കെ, ശരി, നമുക്കത് ഇപ്പം ചെയ്യാൻ പറ്റേ, നമുക്കതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അവർ തന്ന ഐഡിയനെ നമ്മുടെ അപ്ലൈനുമായിട്ട് നമ്മൾ ഒരു ചർച്ചയ്ക്ക്, അപ്പോൾ അവിടുന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ മുകളിൽ നിന്ന് കിട്ടുന്നതിനെയാണ് താഴോട്ട് ഒഴുക്കേണ്ടത്. അതിനു വേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കണം. അപ്പം ഈ OPI എന്ന് പറയുന്നത് അതർ പീപ്പിൾസ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വിജയിച്ച ലീഡേഴ്സിൻ്റെ ആ ഒരു ആശയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഈ ഒരു കാര്യം നമ്മൾ എടുക്കേണ്ടത്. പിന്നെന്താ വേണ്ടേ? OPM, അതർ പീപ്പിൾസ് മണി. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? പൈസ വേണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പ്രോഡക്റ്റ് വാങ്ങുന്നു, ഷെയർ ചെയ്യുന്നു, MRPക്ക് കൊടുക്കുന്നു, ആ കിട്ടുന്ന പൈസയും കൊണ്ട് വീണ്ടും വാങ്ങുന്നു, വീണ്ടും കൊടുക്കുന്നു, വീണ്ടും വാങ്ങുന്നു, വീണ്ടും കൊടുക്കുന്നു. ഇങ്ങനെ അതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരാളൊരു ഹോം ഷോപ്പ് ചെയ്യാനോ പ്രോഡക്റ്റുകൾ വാങ്ങി സെയിൽ ചെയ്യാനോ ഒക്കെ പറയുമ്പം നമ്മളിലൊരു പൊട്ട സാധനം ഇരിക്കുന്നുണ്ട്. എന്താണ്? കട്ടുതീനി എന്ന് പറഞ്ഞൊരു സ്വഭാവം. മുതൽ മുടക്ക് കട്ട് തിന്നുന്ന സ്വഭാവമുള്ളവരൊന്നും RCMൽ വിജയിച്ചിട്ടുണ്ടാവില്ല.
2000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗിരീഷ് സാറൊക്കെ പറയാണ് നിങ്ങൾ ജോയിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുക്കൂ. 1000 രൂപയ്ക്ക് അതേ ഉൽപ്പന്നങ്ങൾ തന്നെ ആവർത്തിച്ച് ഒരെണ്ണം വാങ്ങേണ്ടടുത്ത് 2 എണ്ണ, ഒരു പേസ്റ്റ് വാങ്ങേണ്ടടുത്ത് നമ്മളിത് വാങ്ങിയും ഈ 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് 2-3 ദിവസം കഴിഞ്ഞ് നമുക്കത് ഇഷ്ടമായി എന്ന് കണ്ടാൽ ആ 3-ാമത്തെ ദിവസം നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്താൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു നഷ്ടവും വരില്ല എന്ന് മാത്രമല്ല 20% ഉറപ്പായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതാണ്, ലാഭം. അങ്ങനെ 2000 രൂപയിൽ ജോയിനിങ് എടുക്കുന്ന വ്യക്തിക്ക് 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങളിൽ 1200 രൂപ ആൾക്ക് ലാഭം കിട്ടി. സ്പോട്ടിൽ 1200 കൊണ്ട് പിന്നെയും പോയി മേടിച്ചോ. പക്ഷെ അപ്പൊ 1000 തിന്നതിൽ പോയില്ലേ? 1000 പോകരുത്. ഇത്ര നാൾ RCMൽ ഐഡിയ എടുക്കാനല്ല ഈ 1000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. വലിയൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന വ്യക്തികൾ 1000 രൂപയ്ക്ക് വീട്ടാവശ്യത്തിന് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് 1200 രൂപയുടെ ഉൽപ്പന്നങ്ങളെയാണ് ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും വീട്ടിലെടുത്ത ഓരോന്നിനും നമ്മൾ വില നിശ്ചയിച്ച് MRP തന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നവരാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ആളായിട്ട് നമ്മൾ മാറും. കാരണം നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്ന ഉൽപ്പന്നം പോലും വില കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ അതൊരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറണമെങ്കിൽ ആ മൂലധനത്തിന് നമ്മൾ വീണ്ടും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് സേവ് ചെയ്ത് ഇൻട്രസ്റ്റോടു കൂടി ലാഭത്തോടു കൂടി വെച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത മാസം സാധനം വാങ്ങാൻ ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. 2000 രൂപയ്ക്ക് വാങ്ങി അതിന്റെ എനിക്ക് DP അല്ലേ അവിടെ കിട്ടണേ. 2000 രൂപയും കൊണ്ട് പോയി ആ നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ടയാണെങ്കിൽ ആ ലാഭവും കൂടെ നീക്കി വെച്ച് പോകുമ്പോ 2400 രൂപ, വെറും 2000 രൂപയില് 400 രൂപ ഇൻട്രസ്റ്റ് കിട്ടണ, ലാഭം കിട്ടണ എന്ത് ബിസിനസ് ഉണ്ട് നമുക്ക്? കൈ നനയാണ്ട് മീൻ പിടിക്കുക എന്ന് പണ്ട് പറയണ്ടെങ്കിൽ അത് RCMൽ ചെയ്യാനുള്ളതാണ്. ഈ 2400 മുമ്പ് 400 രൂപയുടെ പ്രൊഡക്റ്റ് എക്സ്ട്രാ വാങ്ങി അങ്ങനെ നമ്മൾ വാങ്ങുന്നു, കഴിക്കുന്നു, ഷെയർ ചെയ്യുന്നു, വാങ്ങുന്നു, കഴിക്കുന്നു, ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവരുടെ പൈസ നമ്മുടെ കൈകളിലേക്ക് എത്തും. എങ്ങനെ? മാന്യമായിട്ട് ചതിയും കള്ളത്തരങ്ങളും വഞ്ചനയും ഒന്നുമില്ലാണ്ട് നല്ല പ്രൊഡക്റ്റുകൾ കൊടുത്ത് അവരുടെ പൈസ OPM, മറ്റുള്ളവരുടെ പൈസ നമ്മുടെ കൈകളിൽ. ഇതാണ് ബിസിനസ്. പൈസയുടെ ട്രാൻസാക്ഷൻ, പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. ഈ പൈസയിലാണ് ഒരു ബിസിനസിന്റെ അടിസ്ഥാന മൂലധനം. അപ്പം നമുക്ക് മൂലധനം നമ്മുടെ കൈകളിൽ കുറേശ്ശെ കൂടി വരുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ട് OPE. ഇതൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് വരുന്നതാണ് അല്ലേ? മറ്റുള്ളവരുടെ സമയം എടുത്തു ഒരു കൊച്ചു ടീം നമുക്ക് വന്നു, അവരുടെ കുറച്ച് സമയങ്ങൾ നമുക്ക് വേണ്ടി അവർ തരും. പ്രൊഡക്റ്റുകൾ ഷെയർ ചെയ്യാനോ ഹോം മീറ്റിങ്ങിന് നമ്മൾ ഒരാളെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവരുടെ സമയം, അവരുടെ വർക്കുകൾ തരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ലീഡേഴ്സ് ഇവരെങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ള ഐഡിയ അവിടുന്ന് ലീഡേഴ്സ് തരുന്നു. ഇത് വെച്ച് നമ്മൾ നമ്മുടെ പൈസയും അവരുടെ പൈസയും എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ബിസിനസ്, ഒരു വർക്ക്, നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒത്തിരി അനുഭവവും അറിവും ഉള്ളവരുടെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് വേണം. ഉപദേശക സമിതി, പ്രധാനമന്ത്രിക്കുണ്ട് ഉപദേശക സമിതി. ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി ആയ നമ്മൾ വിചാരിക്കും സിനിമാ നടിമാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നവരൊക്കെ വിടുവായത്തരം പറഞ്ഞവരൊക്കെ അവിടെ അടികിട്ടി അല്ലെങ്കിൽ പല രീതിയിൽ അവര് തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു ഉപദേഷ്ടാവിൻ്റെ, ഒരു മെന്ററിന്റെ ഉപദേശത്തോടു കൂടി അവിടെ നിന്ന് കിട്ടുന്ന ഒരു അറിവോടു കൂടി സംസാരിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല, പതറാറില്ല. അങ്ങനെ OPA എന്ന് പറയുന്നത് നമ്മുടെ അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇവിടെ അതർ പീപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈനും നമ്മുടെ സിസ്റ്റവും അതെങ്ങനെയുള്ള വിജയിച്ചവരുടെ, നമ്മുടെ ഒത്തിരി ലീഡേഴ്സുകളുണ്ട്. ആ ലീഡറുകളുടെ എക്സ്പീരിയൻസ് അത് ഏതൊക്കെ ഇതിലെ വിജയിച്ചൊരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു വ്യക്തിയാണ് ഗ്രേറ്റ് എമറാൾഡ് സുരേൻ സാറ്. അദ്ദേഹത്തിന്റെ കൂടെ റിട്ടയർഡ് ആയ ഒരു കുറച്ച് പേര് ഭൂമിക്ക് മേളിലില്ല,
കുറച്ച് പേര് പല സാധാരണ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ആയുസ്സും അല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തും കൊടുത്ത് പല കുടുംബങ്ങളെയും സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീഡിയോയോ അല്ലെങ്കിൽ പല ലീഡേഴ്സുകൾ ടൈലറിങ് ചെയ്ത ഷൈനി മാഡത്തിന്റെ അനിരുദ്ധൻ സാറിന്റെയും വിജയം, അങ്ങനെ നമുക്ക് വിജയിച്ചവരെ സാമ്പത്തികമാണ് ഒരാളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് സാധാരണക്കാരന് ഉയർന്ന എക്സ്പീരിയൻസിന്റെ ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതല്ല പ്രൊഡക്റ്റുകൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിൽ വലഞ്ഞ ഒരാളെ മുന്നിൽ വന്നതെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയവരിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയ വീഡിയോ ആണ് മുത്തുലക്ഷ്മി മാഡം. ഒത്തിരി ട്യൂബുകളുടെ ഇടയിൽ പ്രാണവായു പോലും മറ്റ് യന്ത്രങ്ങളുടെ സഹായത്താൽ ജീവിച്ച ഒരു അച്ഛൻ ഇന്ന് എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ലൈവ് വീഡിയോകൾ, അതായത് പ്രൊഡക്റ്റിന്റെ മഹത്വം നമുക്ക് മറ്റൊരാളെ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയുള്ള ടൂൾസുകൾ, എക്സ്പീരിയൻസ് ഷെയറിങ് നമ്മൾ ചെയ്യണം. അതോടുകൂടി ഞാൻ പറയുന്നു, തീർന്നു എൻ്റെ സെഷൻ. ഇത്രേ വേണ്ടുള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് പറയുന്നത് ലിവറേജ്. ഒരു ബിസിനസ്സിന് ലിവറേജ് ഉണ്ടാക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ആ ലിവറേജിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കാൻ പോകേണ്ടത് ഫീസ് കൊടുത്ത് എവിടെ പോയാലും അസംബ്ലി വിജയിച്ചവരെ പോലെ പറ്റില്ല. അതിനാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന കമ്പനിയുടെ എല്ലാ ചെലവിലും ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു പൈസ പോലും അവിടെ ചെന്ന കുടിവെള്ളവും ബിസ്ക്കറ്റ് സ്നാക്സും ഇതൊക്കെ തന്ന് നമ്മൾ അവിടെ ഇരുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ 7 തലമുറകളെ, 7 ഇനി എത്ര തലമുറ നമുക്ക് അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള പഠനം ഫ്രീ ആയിട്ട് കമ്പനിയുടെ ULP പ്രോഗ്രാം. നാളെ കോഴിക്കോട് ഏറ്റവും നല്ലൊരു ULP നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ RCMന് ഒരു അഡ്രസ്സ്, 3 അക്ഷരം RCM എന്നൊരു ബോർഡ് ഫിറ്റ് ചെയ്ത RCMന്റെ ഒരു ഈറ്റിലം, അവിടെ ഒരു പരശുരാമനുണ്ട് RCMന്. കോർ ലീഡറായിട്ടുള്ള, മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള, മലയാളം സംസാരിക്കുന്ന സുജിത് സാറുള്ള കോഴിക്കോട് ജില്ലയിൽ കമ്പനി ULP നടത്തുന്നു. അപ്പൊ ചോദിക്കും, നാളെ അല്ലേ ഈ ഞാൻ പറഞ്ഞിട്ട്? ഒരു കാര്യം, അത്യാവശ്യക്കാരൻ അവധി, അത്യാവശ്യ ആയിട്ടുള്ള കാര്യത്തിന് അവധി വെക്കാറില്ല എന്നൊരു ആസ്പത്രിയുടെ ബോർഡ് ഹൈവേയുടെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അത്യാവശ്യ ചികിത്സയ്ക്ക് അല്ലേ, ഒന്ന് റോഡിൽ കൂടെ സഞ്ചരിച്ചേ, എത്ര ആംബുലൻസുകൾ അലാറം ഇട്ട് ചീറിപ്പാഞ്ഞു പോകുന്നേ. അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും ഒരു തലകറങ്ങി വീണ ആളെ ഓട്ടോറിക്ഷ ആംബുലൻസിനെ കൊണ്ടുപോകാൻ ഇത്തിരി ഇതൊക്കെയാണ് ആംബുലൻസിൽ എനിക്ക് കയറാൻ പേടി. അപ്പൊ ആരെങ്കിലും ആംബുലൻസിൽ ഇഷ്ടത്തോടു കൂടി കയറുമോ? അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഉള്ളിന്റെ അടിവയറ്റുന്ന ഒരു തണുപ്പ് എനിക്ക് വരും. ഞാൻ അറിയാണ്ട് പ്രാർത്ഥിക്കും, ആരാണെങ്കിലും ദൈവമേ കാത്തോളനെ, ആപത്തില്ലാണ്ട് അവർക്ക് അവരുടെ കൂടെ ഉണ്ടാവണേ, ആ ഒരു ജീവനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് ആരോഗ്യത്തോടുകൂടി ആ കുടുംബത്തിന് കൊടുക്കണേന്ന് ഞാൻ. കാരണം അത് പേടി കൊണ്ടുള്ളതാണ്. കാരണം അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഏതവസ്ഥയിലാണെന്ന്. ആരെങ്കിലും ഓട്ടോ വിളിച്ച് പോകാൻ നോക്കൂ, എനിക്ക് ആംബുലൻസിൽ കയറാൻ പേടിയാ. പക്ഷെ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ തലകറങ്ങി വീണെന്ന് വെച്ചാൽ ആംബുലൻസ് അല്ല, എന്ത് വന്നാലും നമ്മൾ ജീവനും വാരി പിടിച്ച് പോകും. അതുതന്നെയാ ഇനിയുള്ള മണിക്കൂർ വിജയിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യ മണിക്കൂറുകളാണ് നമ്മുടെ കയ്യിൽ. ഇനി ഈ സമയത്ത് വിളിച്ചാൽ പോലും നമുക്ക് 1 2 പേരെ ULPക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി 29 നമുക്ക് എറണാകുളത്ത് എവിടെയാണോ ULP, കോയമ്പത്തൂർ ULPയുടെ ഇന്ന് സ്റ്റാർ ആൻഡ് അബൂ മീറ്റിങ്ങിൽ പോയവരൊക്കെ പറഞ്ഞു അടിപൊളി പ്രോഗ്രാം. ഇവിടേക്ക് നമ്മൾ പ്രോഗ്രാമിന് എത്തിക്കും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ കാര്യം? നമ്മൾ സ്വന്തം പഠിക്കണം. ലീഡേഴ്സ് നമുക്ക് സപ്പോർട്ട് തരും. ഇത് ലീഡേഴ്സ് ഏത് ഇതിലും നമ്മളെ കൈപിടിച്ച് ഉയർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല ടീമിലും പല ലീഡേഴ്സും കയ്യെത്താ ദൂരത്തും കിലോമീറ്ററുകൾ 100-200 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരിക്കും. കാരണം RCM എവിടെയൊക്കെ വേണേലും പോയിട്ട് തിരിച്ചു വരും. കേരളത്തിലുള്ള ആള് ഈ കൈലാസ യാത്രയ്ക്ക് ഒരു ടൂർ ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് RCMലുള്ള ഒരാളാണെങ്കിൽ ചുളുവില് നമശിവായ അല്ലെങ്കിൽ എന്താ പറയാ ഹരഹര മഹാദേവ എന്ന് ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോയി നിക്കണ സമയത്ത് ആ ചെവിയിൽ RCM മോദി അവിടെ കൈലാസത്തിൽ ഒരാള് RCM എടുക്കാൻ തീരുമാനമാണ്. അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ജോയിൻ ചെയ്താൽ പോലും അവരോട് നമ്മൾ ലിസ്റ്റ്, നിങ്ങളുടെ ബന്ധക്കാർ ഞാൻ ഇന്നടുത്തുനിന്ന് വരുന്നേ കേരളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്നടുത്തൊക്കെ പോവാറുണ്ട്, അവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ എനിക്ക് അവിടെ എവിടെയോ ഉണ്ട് എന്ന് ആള് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ നമ്പർ വാങ്ങൂലേ? നിങ്ങൾ പോണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഹരഹര മഹാദേവ ജപിച്ചോ,
കൊതുക് കുത്താതെയാ? കൈലാസത്തിൽ കൊതുകുണ്ടോന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഫ്ലോയിൽ പറയണതാ. അല്ല, ഇനി എവിടെയാണെങ്കിലും ഭക്തിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കാരണം വേണം. അവിടെ ഒരു ചന്ദനത്തിരി വേണമെങ്കിൽ നമ്മൾ ആ ചന്ദനത്തിരി അവിടെ കൊടുത്തു പോന്നാൽ പോലും അവിടെ ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആളുടെ ബന്ധു നാട്ടിലെവിടെയെങ്കിലും ഉപ്പും മല്ലിയും മുളകും തിന്നുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകാനുള്ള ഒരു എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ബിസിനസ് വരില്ലേ? ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴേക്കാണെങ്കിലും താഴെ നിന്ന് എവിടേക്ക് കേരളത്തിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ആൾക്ക് ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും ഉന്നത സ്റ്റേറ്റുകളിൽ പോലും ആശയം ചെയ്യാം. ഇതിനൊക്കെ ചെയ്യാൻ ഒരു കാര്യമുള്ളൂ. ആരാണോ ആവശ്യക്കാര് അവർ പഠിക്കണം. എന്ത് പഠിക്കണം? എങ്ങനെ RCM പറയാം, ഒരു പുതിയ വ്യക്തിയോട് എങ്ങനെ പറയാം, എങ്ങനെ പ്ലാൻ പറഞ്ഞ് പ്ലാനിൽ ആരും ഇന്ന് വീടിന്റെ പ്ലാൻ, എന്തിനൊരു പ്ലാൻ വേണല്ലേ? ഞാനൊന്ന് സമയം നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് നിർത്താനുള്ള സമയം. ഈ ഒരു ലാസ്റ്റ് ഇതും കൂടെ, നല്ലൊരു വീട് വയ്ക്കണം. ഞാൻ ഒരു വാസ്തു ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയാണ് 3 ബെഡ്റൂം, എൻ്റെ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ്, അപ്പോൾ എനിക്ക് കന്നിമൂലയിലായിരിക്കണം ഞങ്ങളുടെ ഇത് വേണ്ട, അത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഞങ്ങൾക്ക് വേണ്ട ബെഡ്റൂം, അതിങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ ആള് തലകുലുക്കി കേട്ടു, ഞാൻ പറയണതൊക്കെ കേട്ടു. ആള് പറയണത് ശരി, അത് ഒരു 110 അല്ലെങ്കിൽ ഒരു 150 സ്ക്വയർ ഫീറ്റ് ആക്കാം, ഇപ്പുറത്ത് ഹാള് അടുക്കള, ഇതൊക്കെ ഞാൻ പറയുന്നു. ആള് ഇതൊക്കെ വാക്കാൽ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു, വാക്കും കൊണ്ട് പറഞ്ഞു. പണിയാൻ വരുന്ന ആളോട് ഈ വാക്കും കൊണ്ട് എനിക്ക് വീട് പണിയാൻ പറ്റുമോ? ഇത് തന്നെയല്ലേ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം RCMല്. 6 basics ഷോ ദ പ്ലാൻ എന്ന് പറഞ്ഞ് 21 നിയമങ്ങളിൽ ഏറ്റവും പ്രധാനം RCMന്റെ പ്ലാനാണ്, RCMന്റെ ജീവൻ RCMന്റെ പ്ലാനാണ്, ഷോ ദ പ്ലാനാണ് എന്ന് പറയണേ. ഈ ഒരു കാര്യം ആർക്കിടെക്റ്റ് നമുക്ക് വായ കൊണ്ട് വീടിന്റെ പ്ലാൻ വരച്ച് 3D ചെയ്തു തരുന്ന പോലെയാണ് ഇന്ന് പലരും RCMനെ വായ കൊണ്ട് സേത പ്ലാനാക്കി വരുന്നെടുത്ത് വായ കൊണ്ട് പറഞ്ഞു വായ കൊണ്ട് തന്നെ കാര്യം നടന്നു പോകും. അവരുടെ തലയിലും പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല, ചെവിയിൽ മാത്രം. അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? കണ്ണ് രണ്ടും കണ്ടു കഴിഞ്ഞാൽ, കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണിന്ന് പുറത്തു പോവില്ല. ചെവിക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ ചെവി കൂടെ കേട്ട നേരെ ഓപ്പോസിറ്റ് ഒട്ടയുണ്ട്, ഷും ബും ഇവിടുന്ന് കയറി. അതുകൊണ്ടാണ് എല്ലാ ലീഡേഴ്സും പറയുന്നത്, ആ പറഞ്ഞു കേട്ട അറിവ് വെച്ച് ഞാനും അപേക്ഷിക്കുകയാണ്, ദൈവത്തെ ഓർത്ത് സേത പ്ലാൻ നമ്മളെ വിജയിപ്പിക്കില്ല, ഷോദ പ്ലാനാണ് നമ്മളെ വിജയിപ്പിക്കുക. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ച കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് 100ൽ 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. എങ്ങനെ? 100% വിശ്വാസത്തോടു കൂടി ഉറച്ച നിശ്ചയം. ആരൊക്കെ എതിർപ്പ് കൊണ്ട് വന്നാലും RCM അറിയാത്തവർ നമ്മളോട് ഇഷ്ടമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, നമ്മൾ തെറ്റായി പോകാതിരിക്കാൻ. പക്ഷേ ഞാനേ കണ്ടുള്ളൂ, ഞാനേ അറിഞ്ഞിട്ടുള്ളൂ RCMന്റെ വലിപ്പവും RCMനെ. എൻ്റെ ഫാമിലിയിൽ വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് RCM കമ്പനി കണ്ടിട്ടുള്ളൂ. ബാക്കി ആർക്കും പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നെറ്റ്വർക്കിന്റെ ഡെപ്താണ് നമ്മുടെ കമ്പനിയുടെ വലിപ്പം. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടുവന്ന് ഞാനത് വാതോരാതെ പറഞ്ഞപ്പം സല്ലേട്ടൻ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു, ഇത്തിരി വെള്ളം ചേർക്ക്, ഇങ്ങനെ തള്ളല്ലേന്ന്. കാരണം 5000 പേർക്ക് ആ സമയത്തൊക്കെ അങ്ങനെ എല്ലാം ഫുള്ള് ഓൾ ഓവർ ഇന്ത്യയുടെയാണ് അവിടെ പ്രോഗ്രാം നടക്കാറുള്ളത്. എല്ലാവരും പല ഭാഷക്കാർ വരുന്നു. ഇങ്ങനെ അപ്പം എന്നോട് ചോദിച്ചു, നീ ഇവിടെയാ കിടന്നേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദിക്കാരും അങ്ങനെ എല്ലാവരും തമിഴ്നാട്ടുകാരും എല്ലാവരും കൂടി ഉണ്ടായി ഒരു ഹാളിൽ എന്നെ ഇപ്പുറത്ത് കിടത്തി. കാരണം ഞാൻ മാത്രമായിരുന്നു ഇവിടുന്ന് പോയൊരു ലേഡി. പിന്നെ സുരേൻ സാറ് എന്നെ കൊണ്ടുപോയി സംരക്ഷണത്തിന് ഏൽപ്പിച്ചതാണ് സജിത മേഡം, അങ്ങനെ കുറച്ച് പുഷ്പലത മേഡം, ഇങ്ങനെയുള്ള അവരുടെ അടുത്ത് കൊണ്ടുപോയി. ഞങ്ങളൊക്കെ ഇങ്ങനെ കിടന്നു. അവരോട് പുഷ്പലത മേഡത്തിൻ്റെ കൂടെ ആരും ഉണ്ടായില്ല, ഞാനും പുഷ്പലത മേഡം, സജിത മേഡത്തിൻ്റെ കൂടെ അങ്ങനെ അവരൊക്കെ കൂടെ കിടത്തി. ഇപ്പുറത്ത് സുരേൻ സാറ് കിടന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും 5000 പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഇതൊക്കെയുള്ള സൗകര്യം നമ്മുടെ മൈൻഡ് സെറ്റിൽ നമുക്കറിയാലേ. RCMൽ ഒരു 2000 പേരുടെ പ്രോഗ്രാം നടത്താൻ നമ്മൾ ഹാളുകൾ തേടി അലയുന്നെടുത്ത് ആ 2018 2025 ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ 2018 5000 പേരുടെ കണക്ക് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നുണ പറയാണ്, തള്ളി മറിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, പുട്ടാണ് തിന്നത് ഇല്ലേ,
കാരണം പുട്ട് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ചിരട്ടപ്പുട്ടല്ല കേട്ടോ, മറ്റേ കുറ്റിയിൽ തള്ളില്. ഇതാണ് ചോദിക്കണത്. ഞാൻ ജ്വല്ലറി ചെന്ന് ചോദിച്ചു പുട്ടാ തിന്നത് ഇല്ലേന്ന്. കാരണം എൻ്റെ തള്ള അത്രയായിരുന്നു. ഞാൻ സത്യമാണ് പറഞ്ഞത് എന്നുള്ളത് അവർക്കറിയില്ല. ഇതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോ കാര്യങ്ങളും 100% വിശ്വാസത്തോടു കൂടി ചെയ്യണം. എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യണം? പ്രൊഡക്റ്റ്, സിസ്റ്റം, അപ്ലൈൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സൂം മീറ്റിങ്ങുകൾ, ULP പ്രോഗ്രാമുകൾ, ഹോൾ മീറ്റിങ്ങുകൾ, ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്നത് എവിടം കൊണ്ടായിരിക്കണം? അതര വ്യായാമമായിരിക്കരുത്. ഹൃദയം കൊണ്ടുള്ള നമ്മുടെ നാഭി അടിയിൽ നിന്ന് ഒരു കുളിരോടുകൂടി പറയുമ്പോൾ 1% പോലും കള്ളവും ചതിയും എള്ളോളമില്ല പൊളിവചനം. ഈ ഒരു രീതിയിൽ നമ്മൾ ആശയം പറഞ്ഞു നോക്കൂ. അവിടെ നമ്മൾ വിജയിക്കും. വിജയിക്കാതിരിക്കാൻ ഒരു വകുപ്പുമില്ല. ഇനി വിജയിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല, ലീഡേഴ്സിൻ്റെ കുഴപ്പമല്ല. അവിടെ നമ്മൾ സ്വയം ഒന്ന് കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കണം. 83 വയസ്സായ തങ്കം ടീച്ചറും വിജയിക്കുന്നു. UP സ്കൂൾ വിദ്യാഭ്യാസമുള്ള സുന്ദരൻ സാറും വിജയിക്കുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആശയം ചെയ്യുന്നു. അറിവുള്ളവനും അറിവില്ലാത്തവനും സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ചെയ്യാമെങ്കിൽ ഞാൻ എന്തേ ഇങ്ങനെ ആയി പോയെന്നുള്ളത് ലീഡറിനോട് ചോദിച്ച ഉത്തരം കിട്ടില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ ആ ഉത്തരം എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയും. അന്ന് മുതൽ നമ്മൾ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വിജയിക്കാൻ കഴിയും. അഖില മാഡം ഈ തന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തിരി അവസരങ്ങൾ കിട്ടിയതാണ്. പക്ഷേ ഇപ്പം ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അഖില മാം ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നത്. മിഷൻ ടെക്നിക്കൽ. ഏത് ടെക്നിക്കലാ? ലേഡി ടെക്നിക്കൽ അച്ചീവേഴ്സ്. അത് വെറും ടെക്നിക്കൽ അല്ല, ലേഡി എമറാൾഡുമാരെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡൽഹി പ്ലാറ്റ്ഫോം ഇപ്പോൾ ഓരോ ഇതിൽ കാണാറില്ലേ? റോയിലും ടെക്നിക്കലൊക്കെ കയറുമ്പോൾ വലിയ സ്റ്റേജുകൾ 2 ലൈനൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ ആനിവേഴ്സറി പ്രോഗ്രാമിൽ ഡൽഹിയിൽ എവിടെയാണോ നടത്തുന്നത് ആ സ്റ്റേജിൽ സെക്ഷൻ തിരിക്കണം. മൂർത്തി സാറ് വെല്ലുവിളിച്ച പോലെ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഒരു ഭാഗത്ത് സ്റ്റേജിൽ കയറുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴെ കിടക്കുന്ന കേരളത്തിന് മാത്രമായിട്ടൊരു സ്റ്റേജ്. അവിടെ വേറെ ഒരു സ്റ്റേറ്റുകാരെ നമ്മൾ മൂർത്തി സാറ് കേൾക്കുന്നുണ്ട്. കുറച്ച് മറ്റ് സ്റ്റേറ്റ് ഉണ്ട്, എന്നാലും കേരളത്തിൻ്റെ ബന്ധുക്കളാണ് മറ്റ് സ്റ്റേറ്റിലിരുന്ന് ഈ മലയാളം ക്ലാസ് കേൾക്കണമെന്നറിയാം. അപ്പം മലയാളികൾക്ക് മാത്രമായിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റേജ് നമ്മൾ നിറയ്ക്കുന്ന രീതിയിൽ നമ്മൾ മാറണം. എല്ലാവർക്കും ഇത് മാറാൻ കഴിയും. ആ മാറ്റത്തിന് വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കുന്ന നമ്മുടെ ലീഡേഴ്സിൻ്റെ കയ്യിൽ ചേർന്ന് പിടിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് 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 RCM, ജയ് ഹിന്ദ്. താങ്ക് യു ജിഷ മാഡം, താങ്ക് യു അഖില മാഡം, ഒരു സെഷൻ ഇതുപോലെ എനിക്ക് തന്നതിന്. അതോടൊപ്പം എന്നെ ഇങ്ങനെ ആക്കിയെടുത്ത് എൻ്റെ ഗ്രേറ്റ് ഒരിക്കൽ കൂടെ ഹൃദയാർപ്പണം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ജയ് RCM, ഗുഡ് RCM, താങ്ക് യു സോ മച്ച്.